ഓക്കെ. ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ ഓഡിബിൾ ആണോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ, കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഓക്കെ. ദൃശ്യ, ഷിജി, നിരഞ്ജന, മൊഹ്സന, നസ്റിൻ, മേഘ, നീതു, ഷിജിത്. യെസ്, നീതു, മേഘ. ഓക്കെ. ഗുഡ് ഈവനിങ്. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ, കാരണം നിങ്ങളിൽ ചില ആളുകളെങ്കിലും ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവരായിരിക്കും. അപ്പം സിലബസ്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, അതുപോലെ തന്നെ സിലബസിൽ ഏത് ഭാഗങ്ങൾ എംഫസിസ് ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തത്, ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ നോട്ട് ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ, ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ആ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യം വരും എന്ന് പറയുന്ന സമയത്ത് അവിടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇന്ന ചോദ്യമാണ് വരുന്നത് എന്നുള്ളതും കൂടെ അവിടെ ഒന്ന് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ. ഈ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രിന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രൂപത്തിൽ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കാരണം ഇതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. സോ ഇതാണ് ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോട്ട് വെച്ചിട്ട് തന്നെയായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നോട്ട് വെച്ചിട്ട് തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനുള്ള മടി കൊണ്ടൊന്നുമല്ല, ഡെഫിനറ്റ്ലി നമ്മൾ ഇതിന്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ലൈഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തതുണ്ട്. ഓക്കെ. 249 പേജ് വരുന്ന സ്ലൈഡ് ഓൾറെഡി ഉണ്ട്. പക്ഷെ സ്ലൈഡ് ബേസ് ചെയ്ത് എടുക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കാൻ പോകുന്നത് നോട്ടാണ്. അപ്പൊ ആ നോട്ടിലെ ഓരോ കാര്യം അത് എവിടെ ഉണ്ട് എന്നുള്ളതും കൂടെ നിങ്ങൾ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് സ്ലൈഡിന് പകരം നോട്ട് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നത്. നോട്ടിലെ ഓരോ കാര്യം എങ്ങനെ റെലവെന്റ് ആണ് എന്നുള്ളത് പറയുന്നുണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ ഏത് ഭാഗമാണെന്നുള്ളതാണ്. ഓക്കെ. ഇത് നമ്മുടെ മെട്രിക്സ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ 13 മാർക്കാണ് ഇമ്പോർട്ടന്റ് ആക്ട്, എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ തന്നെ ആക്ട്സ് ആൻഡ് കമ്മീഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്നത്. ഓക്കെ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് മാത്രമേ ഇത് വരുന്നുള്ളൂ. കമ്പനി ബോർഡ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വരുന്നില്ല. അപ്പൊ ഇമ്പോർട്ടന്റ് ആക്ട്, എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ തന്നെ കമ്മീഷൻ, 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. അത് ആദ്യം നോട്ട് ചെയ്ത് വെക്കണം. ഒന്ന്, എഡ്യൂക്കേഷൻ പോളിസി നിർബന്ധമായിട്ടും പഠിക്കണം. അടുത്തത് ആക്ടുകൾ പ്രധാനമായിട്ട് വരുന്നത് പഠിക്കണം, ഇൻക്ലൂഡിങ് ഇപ്പം ഫോർ എക്സാമ്പിൾ UGC ആക്ട് ആണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, റെഫർ ചെയ്ത് പഠിക്കണം. അടുത്തത് കമ്മീഷൻ. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി സിലബസിൽ അതിനെക്കുറിച്ച് എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സിലബസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ നോക്കുക. നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് ആക്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവിടെ എന്തെല്ലാം പഠിക്കണം എന്നുള്ളത് നോക്കുക. ആദ്യം തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതായത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വരുന്നതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഓക്കെ. കാരണം എഡ്യൂക്കേഷന് മുമ്പ് എന്ത് വരുന്നുണ്ട്, ഒരുപാട് കമ്മീഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേഴ്സന്റെ കാലഘട്ടത്തിൽ കൽക്കട്ട കമ്മീഷൻ വരുന്നുണ്ട്, 1919 സാറ്റ്ലർ കമ്മീഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കണക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പം പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി കമ്മീഷൻസിനെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് ചോദ്യം വരുന്നേ ഇല്ല. കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട്. ആക്ട്സ് അതുപോലെ തന്നെ കമ്മീഷൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. നിങ്ങൾ കാർഡ് കയറി പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വരുന്നത് മാത്രമേ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് സിലബസിൽ 1948 മുതലുള്ളത് കൊടുക്കുന്നത്. ഓക്കെ. ഇനി ഈ കമ്മീഷൻസിനെ കുറിച്ചിട്ട് എന്താണ് പഠിക്കേണ്ടത്? സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മേജർ റെക്കമെൻഡേഷൻസ് ആണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. എന്നാൽ മേജർ റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന സമയത്ത് ഓരോ കമ്മീഷനും അതിന്റെ റെക്കമെൻഡേഷൻസും മാത്രം പഠിച്ചാൽ പോരാ, അതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ, അതിന്റെ വിഷൻ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണിച്ചുതരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ വിഷൻ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മീഷനിലുള്ള മെമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം വന്നിട്ടുണ്ട്.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നുണ്ട്. അതിലെ മെമ്പർ ആയിരുന്നു മുതലിയാർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് വരുന്ന നമ്മുടെ ഹയർ സെക്കൻഡറി കമ്മീഷൻ വരുന്നുണ്ട്. അതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്ന ലക്ഷ്മൺ സ്വാമി മുതലിയാർ വരുന്നുണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ഇതിലെ മെമ്പർ ആണ് എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ മെമ്പേഴ്സ് ആരാണ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അതുകൂടാതെ പ്രധാനമായിട്ടും ഇതിന്റെ റെക്കമെൻഡേഷൻസ് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സിലബസ് വളരെ എളുപ്പമാണ്, വളരെ ഈസിയാണ്. പ്രധാനമായിട്ട് അതായത് ഓരോ കമ്മീഷനും ഒരു കോർ ഐഡിയ ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോ കമ്മീഷനും ഒരു കോർ ഐഡിയ ഉണ്ടായിരിക്കും. ആ ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഓരോ കമ്മീഷനും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഒരുപാട് ഡെപ്തിലോ പരന്ന് പഠിക്കാൻ ഒന്നും വരുന്നില്ല. വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ മേജർ റെക്കമെൻഡേഷൻസ് മാത്രം നോക്കുക. എന്തിനുള്ളതാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് പഠിക്കാനുള്ളത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. രണ്ടാമത്തത് നോക്കുക, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹയർ സെക്കൻഡറിയുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ ആയിരിക്കും ആ കമ്മീഷനിൽ പ്രധാനമായിട്ടും വരുന്നത്. അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? മേജർ റെക്കമെൻഡേഷൻസ്. ഓക്കെ, അഗെയിൻ മേജർ റെക്കമെൻഡേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വരുന്നുണ്ട് 1953. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഇത് എസ്റ്റാബ്ലിഷ് ആകുന്നതല്ല, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് 1953. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതിന്റെ ഫംഗ്ഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. ഇൻക്ലൂഡിംഗ് ഡിറ്റർമിനേഷൻ, മെയിൻ്റനൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ദി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ഓവറോൾ ഒന്ന് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ UGCയും അതിന്റെ ഫംഗ്ഷൻസ്, പവേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ്, ഫണ്ട് അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പക്ഷേ സിലബസിൽ ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഫണ്ട് അലോക്കേഷന് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ വരുന്നുണ്ട്. സോ അതും കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ഫണ്ട് അലോക്കേഷൻ കമ്മിറ്റി വരുന്നുണ്ട്. അതും കൂടെ ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു പക്ഷേ ചോദിക്കാം. അതുകൊണ്ട് ഞാൻ അതൊന്ന് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു പോകും. ഇനി അടുത്ത് നോക്കുക. ഓക്കെ, പിന്നീട് വരുന്നത് കോദാരി കമ്മീഷൻ ആണ്. ഓക്കെ, അഗെയിൻ കോദാരി കമ്മീഷൻ വരുന്നുണ്ട്. ഇത് ഓവറോൾ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നോക്കുക. ആദ്യത്തെ കമ്മീഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലെ ആദ്യത്തെ കമ്മീഷൻ. അപ്പൊ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിരിക്കും അവിടെ വരുന്നത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട റീഫോംസ് ആണ് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഈ ലോജിക് ഉണ്ടെങ്കിൽ തന്നെ ഈ പറയുന്നതിൽ 3-ൽ ഏത് കമ്മീഷനാണെന്നുള്ളത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. കാരണം യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമ്മീഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരിക്കും. സെക്കൻഡറി എഡ്യൂക്കേഷന്റെ റീഫോം തന്നിട്ട് അത് ഏത് കമ്മീഷനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് എന്തായിരിക്കും? ലക്ഷ്മൺ സ്വാമി മുതലിയാർ കമ്മീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരിക്കും. ഇനി അതല്ല, ഓവറോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പ്രൈമറി എഡ്യൂക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ സെക്കൻഡറി, ഹയർ സെക്കൻഡറി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി, ഓക്കെ, ഇൻക്ലൂഡിങ് യൂണിവേഴ്സിറ്റി. അപ്പൊ ഇതിലെല്ലാത്തിലും മാറ്റം വരുത്തുന്നതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും? കോദാരി കമ്മീഷൻ ആയിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തത് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് ആദ്യം വരും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ UGC ഇത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാം. കാരണം ഒന്ന് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി വരുന്നത് ഏതാണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. രണ്ടാമത്തത് അത് വരുന്ന കാലഘട്ടം 53 ആണ്. അതിനു മുൻപ് 2 കമ്മീഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, രണ്ടാമത്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പൊ ഈ 2 കമ്മീഷനിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമായിരിക്കും അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും കോദാരി കമ്മീഷനിലേക്ക് വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ റീഫോംസുമായിട്ട്, അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ റീഫോംസ് അതിനെങ്ങനെ ഇനി പൊളിച്ചെഴുതണം എന്ന കാര്യമായിരിക്കില്ലേ കോദാരി കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ വരുന്നത്. ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അതിന്റെ ഫംഗ്ഷൻസിൽ വരുത്തേണ്ട മാറ്റം മാത്രമായിരിക്കും കോദാരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കുക. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോ അതിന്റെ പവേഴ്സ്, ഫംഗ്ഷൻസ് എന്തായിരിക്കണം, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും. ഇനി അതല്ല, ഈ പറയുന്ന UGCയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് കോദാരി കമ്മീഷൻ ആയിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക. ഓക്കെ, ആ ക്രോണോളജിയും നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ഭാഗവും കണക്ട് ചെയ്താൽ തന്നെ ഒരുവിധം ആൻസേഴ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും.
ഓക്കെ, ഇനി അടുത്തത് മേജർ റെക്കമെൻഡേഷൻസ് ആൻഡ് റീഫോം. ഈ പറയുന്ന പോലെ കോതാരി കമ്മീഷന്റെ കേസിലും അത് തന്നെയാണ്. അതിന്റെ റെക്കമെൻഡേഷൻസും റീഫോംസും മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ നോക്കുക, പ്രധാനമായിട്ട് 4 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, അടുത്തത് സെക്കൻഡറി കമ്മീഷൻ, അടുത്തത് UGCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കോതാരി കമ്മീഷൻ വരുന്നുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് വരുന്നതാണ് നാഷണൽ നോളജ് കമ്മീഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് 2005, 6, 2009 എന്ന് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരൊറ്റ കമ്മീഷനാണ് വരുന്നത്, നാഷണൽ നോളജ് കമ്മീഷൻ. അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് 2005 അത് ഫൈനലായിട്ട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2009 അത് പൂർണ്ണമായിട്ട് ഡിസ്ഫങ്ഷണൽ ആകുന്നത് 2014 ഓക്കെ, അപ്പോൾ ഒരേ കമ്മീഷൻ തന്നെയാണ്, ഡിഫറെന്റ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആണ് എന്നൊന്നും വിചാരിക്കേണ്ട. അവിടെയും ഒറ്റ കമ്മീഷനെ വരുന്നുള്ളൂ. ഇത്ര ഭാഗേ ഈ സിലബസിൽ വരുന്നു, ഇത്ര ഭാഗേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒരുപാട് ഡെപ്ത് ഉണ്ടെന്നോ ഒരുപാട് കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കോമൺ ലോജിക് വെച്ച് ഇതുപോലെ സിലബസിനെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 48 വരുന്നുണ്ട്. അടുത്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നുണ്ട്, 52 വരുന്നുണ്ട്. ദെൻ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ വന്ന UGCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. അടുത്തത് ഓവറോൾ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കോതാരി കമ്മീഷൻ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ടില്ലേ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മുഴുവൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും കോതാരി കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. അതായത് ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അതായത് 4+3+4 എന്നൊക്കെ പറയുന്ന ആ ഒരു മോഡ് വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ കോതാരി കമ്മീഷൻ വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് നാഷണൽ നോളജ് കമ്മീഷൻ. ഇത്രയും ഭാഗം ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ സിലബസിന്റെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. ഇത്രയും ഭാഗമാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ അത് ഞാൻ ഇതുപോലെ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക, ഇത്രയും ഭാഗമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എഗെയിൻ നോട്ടിലേക്ക് പോകാം. ഓക്കെ, സോ നോട്ടിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇനി ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിന് ഞാൻ ഡിഫറെന്റ് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചിരിക്കണം, മനസ്സിലാക്കണം. കാരണം ഈ പറയുന്ന ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ വ്യവസ്ഥിതി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ഈ പറയുന്ന കാര്യങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആയിട്ട് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തെ അധ്യായം മുതൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിലേക്ക് എൻട്രി ആണ്. അവിടെ വരുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നുണ്ട്. ഓക്കെ, 1948-49 അതിലെ മെമ്പേഴ്സ്, അതിന്റെ ഫിലോസഫി, റെക്കമെൻഡേഷൻസ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ റൂറൽ യൂണിവേഴ്സിറ്റി ഇംപ്ലിമെന്റേഷൻ, അതുപോലെ തന്നെ ക്രിറ്റിസിസം, അത്രയും ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടായിരിക്കും. പാർട്ട് 3ലേക്ക് വരുമ്പോൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് മുതലിയാർ കമ്മീഷൻ വരുന്നുണ്ട്. ദെൻ പാർട്ട് 4ലേക്ക് വരുന്ന സമയത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വരുന്നുണ്ട്. പാർട്ട് 5 എന്ന് പറയുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആക്ടും നമ്മൾ പഠിക്കണം, 1956. അതിലെ ബാക്കി ഡീറ്റെയിൽസ്, സെക്ഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, കോതാരി കമ്മീഷൻ വരുന്നുണ്ട്. ദെൻ ഫൈനലായിട്ട് നാഷണൽ നോളജ് കമ്മീഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഈ പറയുന്ന നിങ്ങൾക്ക് അത്രയും നിങ്ങൾ പഠിച്ചല്ല, അപ്പോൾ ഓരോന്ന് ഏതെല്ലാം കമ്മീഷന്റെ കീഴിലാണ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ഒരു ക്വിക്ക് റിവിഷൻ ഫാക്ട്, ഓക്കെ, ഫാക്ട് ടു റിമെമ്പർ, അതും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ അപ്രോച്ച് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സിലബസിലേക്ക് കിടക്കണം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് അറിയാം, എന്നാലും കൂടെ വരിക. കാരണം നമുക്കിനി എഡ്യൂക്കേഷൻ കമ്മീഷൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ വരുന്ന സമയത്ത് അതിന്റെ റെക്കമെൻഡേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ അന്നത്തെ എഡ്യൂക്കേഷൻ വ്യവസ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ ആദ്യം വരുന്നത് ബ്രിട്ടീഷുകാർ. ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത്, ഇത് നമുക്ക് മോഡേൺ ഹിസ്റ്ററിയിലും ആവശ്യമായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ വിട്ടുകളയരുത്. അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 2 പോളിസികൾ ഉണ്ടായിരുന്നു. 2 പോളിസിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് ട്രിക്കിൾ ഡൗൺ എഫക്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ട്രിക്കിൾ ഡൗൺ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, ഏറ്റവും റിച്ച് ആയിട്ടുള്ള കുറച്ച് ആളുകളെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, എഡ്യൂക്കേറ്റ് ചെയ്യും. അവരിൽ നിന്ന് വിദ്യാഭ്യാസം മറ്റു ജനവിഭാഗങ്ങളിലേക്ക് പതുക്കെ എന്ത് ചെയ്യും, ഇറങ്ങി ചെന്ന് കൊള്ളും. ഇതാണ് ട്രിക്കിൾ ഡൗൺ എഫക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്നും പറയാറുണ്ട്. ഓക്കെ, ട്രിക്കിൾ ഡൗൺ എഫക്ട് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ,
ഡൗൺവേർഡ് ഫിൽട്രേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, രണ്ടും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഡൗൺവേർഡ് ഫിൽട്രേഷൻ, ഇത് രണ്ടും രണ്ടെന്ന് വെച്ചാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ സമയത്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താഴേക്ക് വരുന്ന ഒരു ജനവിഭാഗത്തിന് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് വൈറ്റ് മെൻസ് ബേർഡൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, യെസ്, എക്സാക്ട്ലി. മക്കാളെ മിനിറ്റ്സ് പറഞ്ഞത് ഈ പറയുന്ന ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഈ പറയുന്ന പോലെ 1,00,000 രൂപയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1834 കാലഘട്ടത്തിൽ. ഓക്കെ, യെസ്. അപ്പൊ ഈ ഡൗൺവേർഡ് ഫിൽട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, വൈറ്റ് മാൻസ് ബേർഡൻ. ഓക്കെ, വൈറ്റ് മാൻസ് ബേർഡൻ, അതായത് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിന് സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു ചുമതലയാണ്, അവർക്കൊരു ഭാരമാണ് എന്ന തിയറിയാണ് വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം നൽകണം. വിദ്യാഭ്യാസം നൽകുന്ന സമയത്ത് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് വിദ്യാഭ്യാസം നൽകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെന്ന് പറയുന്നത് മോഡേൺ എഡ്യൂക്കേഷൻ കിട്ടുന്നവരാണ്. പക്ഷെ അവരുടെ കൺസെപ്റ്റിൽ തന്നെ അവർ പറയുന്നത് എന്തായിരുന്നു, അവര് ബാഹ്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ലുക്ക് കൊണ്ട് അവർ ഇന്ത്യക്കാരാണ്, പക്ഷെ അവരുടെ തോട്ട് കൊണ്ട് അവർ ബ്രിട്ടീഷുകാരെ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ ബൈ ബർത്ത് ബട്ട് ബ്രിട്ടീഷ്യൻ തോട്ട് എന്ന് പറയുന്നതാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ജനിച്ച ആളുകളെ വിദ്യാഭ്യാസത്തിലൂടെ ബ്രിട്ടീഷുകാരായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, അതിന് നമ്മൾ സാധാരണ പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പറയുന്നതാണ് ഇന്നും ഇംഗ്ലീഷ് ഭാഷയോടുള്ള നമ്മുടെ വിധേയത്വം, കൾച്ചറൽ ആയിട്ടുള്ള കോളനൈസേഷൻ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പറയുന്ന രൂപത്തിലേക്ക് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് ഒരു കൊളോണിയൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ അവരുടെ കോളനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. നിങ്ങൾ അതുപോലെ കേട്ടിട്ടുണ്ടായിരിക്കും വെർണാക്കുലർ വേഴ്സസ് ആംഗ്ലസിസ്റ്റ് കോൺട്രവേഴ്സി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആംഗ്ലസിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടത്, അതല്ലെങ്കിൽ വെർണാക്കുലർ ആയിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിലാണോ, അതായത് നമ്മുടെ സാധാരണ മാതൃഭാഷയിൽ തന്നെയാണോ വിദ്യാഭ്യാസം നൽകേണ്ടത്, ഈ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ആംഗ്ലസിസ്റ്റ് വിജയിക്കുന്നുണ്ട്, അതായത് ഇംഗ്ലീഷ് ഭാഷയിലാണ് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. ഇതായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ പദ്ധതി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു രാജ്യത്തിന് ചേരുന്ന വിദ്യാഭ്യാസമല്ല. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 48 തന്നെ നമ്മളൊരു വിദ്യാഭ്യാസ കമ്മിറ്റിയെ രൂപീകരിക്കുന്നത്. നമുക്ക് ഗവൺമെന്റ് ഉണ്ടാകുന്നത് പോലും 51-ലാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചു വാർക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് കമ്മീഷൻ, എസ്പെഷ്യലി യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് ആദ്യം വരുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് ആദ്യം വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനിലല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് ഇപ്പം LP സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ UP സ്കൂൾ ആയിക്കോട്ടെ, അവിടെ പഠിപ്പിക്കാൻ നമുക്ക് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. ആ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന പോലെ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ അവർക്കൊരു മിനിമം ക്വാളിഫിക്കേഷൻ വേണമല്ലോ. അപ്പൊ അവരെ ആദ്യം ട്രെയിൻ ചെയ്യിച്ചെടുക്കണം, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, അവരെ കൊണ്ട് അതിലും താഴെയുള്ള ജനറേഷനെ ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ. ഈ ഒരു അപ്രോച്ചാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും പിന്നീട് സെക്കൻഡറി എഡ്യൂക്കേഷനുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴേക്ക് ഓർഡർ വരുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഹിസ്റ്ററി ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തത്, ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ കണ്ടീഷൻ എന്തായിരുന്നു, സാഹചര്യം എന്താണെന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തത് മാസ് ഇല്ലിറ്ററസിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, മാസ് ഇല്ലിറ്ററസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അക്ഷരാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല, എഴുതാനും വായിക്കാനും അറിയാത്ത സാഹചര്യമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 14% ആളുകൾക്കായിരുന്നു ലിറ്ററസി ഉണ്ടായിരുന്നത്. ഓക്കെ, ലിറ്ററസി എന്ന് പറയുന്നത് 14%. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി 1951 ആകുമ്പോഴേക്കും ലിറ്ററസി എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് 7% താഴെയായിരുന്നു. ഓക്കെ, 7% താഴെ മാത്രമായിരുന്നു എഴുതാനും വായിക്കാനും അറിയാവുന്ന ആൾക്കാരുടെ എണ്ണമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് എന്ന് വായിക്കാൻ അറിയാത്ത ആൾക്കാരായിരുന്നു അത്രയും കൂടുതൽ ആൾക്കാർ. ഞാൻ പറയുന്നത് പ്രോപ്പർ എഡ്യൂക്കേഷന്റെ കേസ് പോലും അല്ല, എഴുതാൻ വായിക്കാനും പോലും അറിയാത്ത ആൾക്കാരായിരുന്നു ഈ പറയുന്ന 93% എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ 86% ടോട്ടൽ ഇന്ത്യൻസിന്റെ സാഹചര്യം.
ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് വെരി ലോ എൻറോൾമെന്റ് ആണ്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഹയർ കാസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇൻഫ്ലുവൻഷ്യഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമായിട്ടായിരുന്നു വിദ്യാഭ്യാസം അന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി അനുസരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഓൺലി ഒരു മൈനോറിറ്റി ഗ്രൂപ്പിന് മാത്രമായിരുന്നു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ആകെ 20 യൂണിവേഴ്സിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ആകെ മൊത്തം 20 യൂണിവേഴ്സിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ഈവൻ സെക്കൻഡറി സ്കൂളുകളുടെ എണ്ണം പോലും വളരെയധികം കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നതിന് ആൾക്കാർക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ രണ്ടാമത്തത് വെരി ലോ എൻറോൾമെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എൻറോൾമെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊക്കെയുള്ള റെക്കമെൻഡേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഡീപ്പ് ഇനീക്വാളിറ്റി ആണ്. ഇത് പല മേഖലകളിലായിട്ട് ഈ പറയുന്ന അസമത്വം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പല മേഖലകളിലായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് ജെൻഡർ ഇനീക്വാളിറ്റി, അത് ഇന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ലിറ്ററസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിൽ ലിറ്ററസിയേക്കാളും എപ്പോഴും കുറവാണ് ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെയിൽ ആയിട്ടുള്ള ആളുകൾ സ്കൂളിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബോയ്സ് സ്കൂളിൽ വരുന്നതിനേക്കാളും എത്രയോ കുറവായിരുന്നു ഗേൾസ് അന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളുകളിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ റീജിയണൽ ഡിസ്പാരിറ്റി വരുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളും നഗരപ്രദേശങ്ങളും. ഗ്രാമപ്രദേശത്ത് ഇല്ലിറ്ററസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന രൂപത്തിലേക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരുന്നു. ഇനി നഗരപ്രദേശങ്ങളിലാകുമ്പോൾ കുറച്ചൊക്കെ ലിറ്ററസി അവിടെ ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഡീപ്പ് ഇനീക്വാളിറ്റി ഉണ്ടായിരുന്നു, അസമത്വം ഉണ്ടായിരുന്നു. അടുത്തത് ലിമിറ്റഡ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ സെക്കൻഡറി വിദ്യാഭ്യാസമായാലും യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമായി കഴിഞ്ഞാലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തമാണ് പറയുന്നത് 20 യൂണിവേഴ്സിറ്റികളും 500-ൽ താഴെ കോളേജുകളും മാത്രമാണ് ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഈ പറയുന്ന രൂപത്തിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യുക എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ലിമിറ്റഡ് സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ഫസ്റ്റ് റെക്കമെൻഡേഷനിൽ വരുന്നത് എന്തായിരിക്കും? ആക്സസിബിലിറ്റി കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളുടെ എണ്ണം കൂട്ടണം, കോളേജുകളുടെ എണ്ണം കൂട്ടണം എന്നുള്ള റെക്കമെൻഡേഷൻ വരാൻ ഡെഫിനറ്റ് ആയിട്ടും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, റെക്കമെൻഡേഷൻസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് കൊളോണിയൽ ഓറിയന്റേഷൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ മക്കാലെ മിനിറ്റ്സ് പ്രകാരം വരുന്ന ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, അതുപോലെ തന്നെ വൈറ്റ്മാൻസ് ബേൺ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരുന്നു അവരുടെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൊളോണിയൽ ഓറിയന്റേഷൻ നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവരണം എന്ന ആവശ്യം അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ മക്കാലെ മിനിറ്റ്സ് വരുന്നുണ്ട് 1934. അത് പ്രകാരം എന്ത് വരുന്നുണ്ട്, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി അതുപോലെ അടുത്തതാണ് ഇംഗ്ലീഷ് റിമൈൻഡ് ആസ് ദി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആംഗ്ലസിസ്റ്റ് വേഴ്സസ് ഓറിയന്റൽ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷ് ഭാഷയിലാണോ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത്, അതല്ലെങ്കിൽ അവരുടെ മാതൃഭാഷയിലാണോ? അതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെയായിരുന്നു അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് അക്യൂട്ട് ഷോർട്ടേജ് ആണ്. അതായത് വളരെയധികം കുറവായിരുന്നു. ടീച്ചേഴ്സിന്റെ എണ്ണം കുറവായിരുന്നു, കോളേജുകളുടെ എണ്ണം കുറവായിരുന്നു, അതുപോലെ തന്നെ ബുക്കുകളുടെ, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ കുറവായിരുന്നു. ഓക്കെ, സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റി, ട്രെയിൻഡ് ടീച്ചേഴ്സ്, ലബോറട്ടറി, ലൈബ്രറി, വർക്ക്ഷോപ്പ്, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതെല്ലാം അന്ന് കുറവായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കണം. അത് നമ്മുടെ ഒരു ചാലഞ്ച് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്തത് വൈ എഡ്യൂക്കേഷൻ ബിക്കം സെൻട്രൽ ടു ദ നാഷണൽ റീകൺസ്ട്രക്ഷൻ. എന്തുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു, പ്രാധാന്യം കൊടുത്തു? ഡെഫിനറ്റ്ലി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് വരുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം തന്നെ വളരുന്നത്. ആളുകൾക്ക് അറിയാൻ പറ്റണം. ഓക്കെ, ഈവൻ RTA നിങ്ങൾ നോക്കുക, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ആക്ട് ആയിട്ട് വന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. DPSPയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മൗലികമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഡെമോക്രസിയുടെ വികസനത്തിനും. കാരണം അറിയാനുള്ള അവകാശവും ആ അറിവിനനുസരിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശവും ഒരാളുടെ മൗലിക അവകാശമാണ്. അപ്പം മാത്രമേ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം വളരുള്ളൂ. അടുത്തതാണ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി സോഷ്യൽ ജസ്റ്റിസ്. അതായത് ഇപ്പൊ പല പാവപ്പെട്ട ആളുകളും അവർ
വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ അവർ നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തുന്ന സമയത്താണ് അവർക്കൊരു സാമ്പത്തിക ഉന്നമനം അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ആകുന്നത്. ഓക്കെ, ഈവൻ ഇപ്പൊ നിങ്ങൾ പോലും പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിലവാരം, ജീവിത നിലവാരം അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ്? ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി സോഷ്യൽ ജസ്റ്റിസ് ആണ് സാമൂഹിക നീതി ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട്. അടുത്തതാണ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി മോഡേണൈസേഷൻ ആൻഡ് സയന്റിഫിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള വികാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന് തീർച്ചയായിട്ടും നമുക്ക് എന്താവശ്യമായിട്ട് വരുന്നുണ്ട്? വിദ്യാഭ്യാസം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരുന്നു? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരുന്നു? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരുന്നു? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ. ഓക്കെ, കാരണം നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം IIT, ഓക്കെ, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഈ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്താണ്? ഈ പറയുന്ന ഓരോ പ്രദേശത്തെയും വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ REC. ഓക്കെ, ഇതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ REC ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, എക്സാക്ട്ലി. ഓക്കെ, മോസിന അതായത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പം ഈ പറയുന്ന പോലെ റീജിയണൽ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്. കാരണം എല്ലാ പ്രദേശത്തുള്ള ആളുകളിലേക്കും ഈ പറയുന്ന ടെക്നിക്കൽ വിദ്യാഭ്യാസം എത്തണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അതൊക്കെ അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് IIMകൾ സ്ഥാപിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ 5 ഇയർ പ്ലാൻ പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന കാര്യമാണ്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മോഡേണൈസ്, അതുപോലെ തന്നെ സയന്റിഫിക് ഡെവലപ്മെന്റുകളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വെക്കുക. അടുത്തത് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി നാഷണൽ ഇന്റഗ്രേഷൻ. വിദ്യാഭ്യാസത്തിലൂടെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ഒരുമിക്കപ്പെടുന്നത്. ഓക്കെ, വിദ്യാഭ്യാസം വരുന്ന സമയത്താണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വെക്കുക. അപ്പൊ നാഷണൽ ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് വിദ്യാഭ്യാസം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, യൂണിറ്റി വരുന്നുണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പൊളിറ്റിക്കൽ ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി എക്കണോമിക് ഗ്രോത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസം കൂടുന്ന സമയത്ത് എംപ്ലോയബിലിറ്റി കൂടും. അപ്പൊ കുറച്ചുകൂടെ നല്ല വർക്ക് ഫോഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള മൈൻഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റർപ്രണർഷിപ്പും അതുപോലെ തന്നെ പുതിയ ടെക്നിക്കൽ എക്സ്പെർട്ടീസിന്റെ ഫീൽഡിലേക്കൊക്കെ നമ്മൾ ആളുകൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വളർച്ചയിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കും. അതാണ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി എക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ ഗ്ലോബലി ഒരു ചർച്ച അല്ലെങ്കിൽ ഗ്ലോബലി ഒരു ടോക്ക് വരുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട ടെക് കമ്പനികളുടെ അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ പ്രധാനമായിട്ടുള്ള കമ്പനികളുടെ ഒക്കെ CEOs അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ക്രൂഷ്യൽ പോസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരുണ്ടായിരിക്കും എന്നൊരു ടോക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി എക്കണോമിക് ഗ്രോത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ദി കൾച്ചറൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അത് പ്രധാനമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബ്രിട്ടീഷുകാർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ കൾച്ചറിനാണ് ഇമ്പോർട്ടന്റ് കൊടുത്തത്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ കൾച്ചറിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആവിഷ്കരിക്കേണ്ടതായിട്ട് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന പോലെ കൊളോണിയൽ മൈൻഡ് സെറ്റ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയോടുള്ള നമ്മുടെ വിധേയത്വം, ഇതൊക്കെ ഒരു കൾച്ചറൽ കോളനൈസേഷന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അതൊക്കെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കൾച്ചറൽ ഡെവലപ്മെന്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്കാരത്തിനെ കുറിച്ചിട്ട്, നമ്മുടെ ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ എന്ത് ചെയ്യണം? പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഈ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജനറലി ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുള്ള, പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റിനുള്ളിലൊക്കെ ചോദിക്കുന്നത്. അതായത് അപ്പൊ എഡ്യൂക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചില ജനറൽ ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആസ് എ സ്റ്റേറ്റ് സബ്ജക്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത് വരെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആർട്ടിക്കിൾ 246 പ്രകാരം നമുക്ക് 7th ഷെഡ്യൂൾ വരുന്നുണ്ട്. ഈ 7th ഷെഡ്യൂളിന്റെ കീഴിൽ 3 ലിസ്റ്റ് വരുന്നുണ്ട്. ആ 3 ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന ലിസ്റ്റ് ആണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യത്തേത് സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ അതില് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമായിരുന്നു എഡ്യൂക്കേഷൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഫണ്ടിങ്, ഇത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീജിയണൽ ലാംഗ്വേജിൽ തന്നെ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ പിന്നീടാണ് വിദ്യാഭ്യാസത്തിന് ഒരു ഏകീകൃത സ്വഭാവം വേണം, നാഷണൽ ലെവലിൽ തന്നെ എന്ത് വേണം? അതിനൊരു സ്റ്റാൻഡേർഡ് വേണം.
അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ ആളും അതുപോലെ തന്നെ യു പിയിൽ നിന്നോ അല്ലെങ്കിൽ ബീഹാറിൽ നിന്നോ വിദ്യാഭ്യാസം നേടിയ ആളും ഇവരുടെ രണ്ടുപേരുടെയും ക്വാളിറ്റി നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു വിദേശ കമ്പനി വന്നു. ആ വിദേശ കമ്പനി വരുന്ന സമയത്ത് ഈ പറയുന്ന രണ്ട് വിദ്യാർത്ഥികളും ഒരേപോലെ പഠിച്ചിറങ്ങിയവരാണെങ്കിൽ, യു പിയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി ഒരേപോലെ പഠിച്ചിറങ്ങിയതാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഇവരിൽ ആരാണോ മെറിറ്റ് ബേസിൽ കൂടുതലുള്ളത് സ്വാഭാവികമായിട്ടും അവരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ അതല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാതെ നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ രീതിയും ബീഹാറിൽ വേറൊരു വിദ്യാഭ്യാസ രീതിയും ആണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ കമ്പനികൾ കേരളത്തിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ കമ്പനികൾ ബീഹാറിലേക്കോ മാത്രം പോകാനും അവിടെയുള്ള ആളുകൾക്ക് മാത്രം ജോലി സാധ്യത ചുരുങ്ങാനും സാധ്യതയുണ്ട്. അപ്പൊ നാഷണൽ ലെവലിൽ തന്നെ നമ്മുടെ രാജ്യതലത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ എല്ലാവർക്കും ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണം, വിദ്യാഭ്യാസത്തിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം എന്നതുകൊണ്ട് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയോട് കൂടിയിട്ട് ഈ പറയുന്ന കാര്യത്തിന് നമ്മൾ എന്തിലേക്ക് മാറ്റുന്നുണ്ട്? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനറൽ ആയിട്ട് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ പൊളിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വരുന്നുണ്ട്, അവിടെയും ഈ ചോദ്യം വരും. ഓക്കെ, അപ്പൊ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എഡ്യൂക്കേഷൻ എവിടെ കിടക്കുന്നതായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 11 കിടന്നിട്ടുണ്ടായിരുന്ന സാധനത്തിന് എടുത്തിട്ട് കൺകറന്റ് ലിസ്റ്റിലെ എൻട്രി 25 മാറ്റുന്നുണ്ട്, ലിസ്റ്റ് 3 മാറ്റുന്നുണ്ട്. ഓക്കെ, രണ്ടും ഓർത്ത് വെക്കണം. എൻട്രി 25 വരുന്നത്, ലിസ്റ്റ് 3 കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. മാറ്റിയത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത്രയും കാര്യം ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് എഡ്യൂക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിലും ഈ വിഷയത്തിൽ ഇടപെടാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിയമനിർമ്മാണങ്ങൾ നടത്താനും സാധിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, അതാണ് യൂണിയൻ റെസ്പോൺസിബിലിറ്റി ഫോർ സ്റ്റാൻഡേർഡ് എൻഷുർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒട്ടാകെ വിദ്യാഭ്യാസത്തിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തണം. അത് എൻട്രി 66 ഓഫ് ദി യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാൻഡേർഡ്, അതായത് ഈ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം, ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് പാർലമെന്റിന് മാത്രമാണ് അധികാരം വരുന്നത്. ഓക്കെ, പാർലമെന്റ് ഹാസ് ദ എക്സ്ക്ലൂസീവ് പവർ ഓവർ ദി coordination and determination of the standards in institution for higher education or research. ഓക്കെ, അതിന് കാരണം എന്താണ്? എൻട്രി 66 ഓഫ് ദി യൂണിയൻ ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റിലെ 66ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് ഹയർ എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റിനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അധികാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പാർലമെന്റ് എന്ത് സ്ഥാപിക്കുന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആക്ട് 1956 പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എൻ്റെ ഒരു ചോദ്യം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ സ്ഥാപിക്കപ്പെടുന്നത് എന്നാണ്? UGC സ്ഥാപിക്കപ്പെടുന്നത് ഏത് ഇയറിലാണ്? ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ, UGC എപ്പോഴാണ് സ്ഥാപിക്കപ്പെടുന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിങ്ങളോടുള്ള ഒരു ചോദ്യമാണ്. UGC സ്ഥാപിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഞാൻ നേരത്തെ പറഞ്ഞു UGC എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ബേസിൽ റീഓർഗനൈസ് ചെയ്തതാണ് അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് മുൻപും UGC ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ UGC സ്ഥാപിക്കപ്പെടുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ്, ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ്, ഏത് ഇയറിലാണ്? ഓക്കെ, അല്ല, 1953 UGC നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, UGC അതിന് മുൻപും ഉണ്ട്. അപ്പൊ UGC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ബേസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്തത്. UGC അതിന് മുൻപും ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ 1945 കാലഘട്ടം, ഞാൻ കാലഘട്ടമാണ് പറയുന്നത്, 1945 കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ UGC എന്ന് പറയുന്നത് അലിഗർ ഉൾപ്പെടെ വരുന്ന അലിഗർ, ബനാറസ് ഒക്കെ ഉൾപ്പെടെ വരുന്ന 3 യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടായിരുന്നു UGC ആദ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് അത് 1947 ആകുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷൻ ആക്കിയിട്ട് UGCയെ മാറ്റുന്നുണ്ട്. എന്നാൽ ആ UGCക്ക് ആവശ്യമായിട്ടുള്ള അധികാരങ്ങൾ, UGC എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകുന്നത് ഡോക്ടർ S രാധാകൃഷ്ണന്റെ 1948 കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ്. അത് പ്രകാരം 1953 UGC വീണ്ടും നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മുടെ
കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 45 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഓഫ് ദി 14 എന്ന് പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ എവിടെയും വരുന്നുണ്ട് 86ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം. അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആർട്ടിക്കിൾ 21A ആഡ് ചെയ്യുന്നുണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ലിബറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് ഇത്. ഓക്കെ, ലിബറൽ പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ആർട്ടിക്കിൾ 45. ഇനി ആർട്ടിക്കിൾ 46 വരുന്ന സമയത്ത് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ വൾണറബിൾ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾക്കും കൂടെ വിദ്യാഭ്യാസം, അതാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ടൈപ്പ്, അതുപോലെ തന്നെ മറ്റ് വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ആർട്ടിക്കിൾ 29-30 അത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ്. ഓക്കെ, നമ്മുടെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന സമയത്ത് അതിലെ 5ാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 29-30 എന്ന് പറയുന്നത്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ആർട്ടിക്കിൾ 350A വരുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുണ്ട്. ലാംഗ്വേജ്, ഓക്കെ, അതായത് ഹൈക്കോർട്ട്, സുപ്രീം കോടതിയുടെ ലാംഗ്വേജ്, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ്, ആ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ വരുന്നതാണ് ആർട്ടിക്കിൾ 350A, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 350B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 350A നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊവൈഡ് ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ ദി മദർ ടങ് അറ്റ് ദ പ്രൈമറി ഏജ്. അതായത് കുട്ടിയുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് മദർ ടങ്ങിലാണ്, മാതൃഭാഷയിലാണ് എന്ന് പറയുന്നുണ്ട് ആർട്ടിക്കിൾ 350A എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പിന്നീട് ഇതിൽ വരുന്ന ഡെവലപ്മെന്റ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വരുന്നുണ്ട്. അത് പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലേക്ക് നയിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 2002 തന്നെ വരുന്നുണ്ട്. എന്നാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നത് 2009 ആ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ആ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതിന്റെ ക്രോണോളജിക്കൽ ഡെവലപ്മെന്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇനി നമ്മൾ സിലബസിലേക്കുള്ള ഒരു എൻട്രി ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലകളിൽ ചില മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അത്തരത്തിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മീഷൻസ്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ആക്ടുകൾ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഈ ഓരോ ബോഡികളും എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻസ് ആണോ, ആക്ട് ആണോ, ഏതാണോ പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആണ്. അപ്പൊ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് ഈ വിദ്യാഭ്യാസത്തിന്റെ ഏതെങ്കിലും ഒരു മേഖല, ചിലപ്പോൾ പ്രൈമറി ആയിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം അപ്പർ പ്രൈമറി ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ സെക്കൻഡറി ആയിരിക്കാം, ഹയർ സെക്കൻഡറി ആയിരിക്കാം, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ആയിരിക്കാം. ഇങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം, റീഫോംസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നതാണ് ഈ പറയുന്ന കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് അഡ്ഹോക്ക് ഇൻ നേച്ചർ ആണ്. അവർക്ക് ടെമ്പററി ആയിരിക്കും, ഒരു ഇത്ര കാലാവധി കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കാലാവധിയിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയത്തിനെ കുറിച്ചിട്ട് അവർ പഠിക്കുകയും അതിന്റെ റെക്കമെൻഡേഷൻ ഗവൺമെന്റിന് നൽകുകയും ചെയ്യും. ഗവൺമെന്റിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈൻഡിങ് ആണ്. ഗവൺമെന്റിന്റെ മുകളിൽ അത്തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് ഒന്നും തന്നെ ബൈൻഡിങ് അല്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഇറ്റ് സ്റ്റഡീസ് ദ സിസ്റ്റം ആൻഡ് റെക്കമെൻഡ്സ് ദ റീഫോം. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ടായിരിക്കും. അതിനെ കുറിച്ചിട്ട് ഗവൺമെന്റിന് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ടായിരിക്കും. ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ലീഗൽ ഫോഴ്സ് ബൈ ഇറ്റ് സെൽഫ്. അതിനൊരു ലീഗൽ ഫോഴ്സ് ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ വരുന്ന കമ്മീഷനാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന രാധാകൃഷ്ണൻ കമ്മീഷൻ, അതുപോലെ തന്നെ മുതലിയാർ കമ്മീഷൻ, കോതാരി കമ്മീഷൻ. ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മീഷൻസ് ആണ്. എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പൊ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല അതിന്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിന്, അത് നോക്കി നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബോഡികളാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർലമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാസ്സാക്കുന്ന നിയമം മൂലം സ്ഥാപിതമായിട്ടുള്ള ഏജൻസികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ബോഡികൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു പെർമനന്റ് സ്വഭാവം ഉണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് UGC വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വരുന്നുണ്ട്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഫ്രം 1956, എസ്റ്റാബ്ലിഷ് ആകുന്നത് 53 അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 53 പക്ഷെ അതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് വരുന്നത് 1956 ഓക്കെ, അതുപോലെ മറ്റൊന്നാണ് AICTE എന്ന് പറയുന്നത്. ഓക്കെ, അതായത്
ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതാണ് AICTE എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട് 1993. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ രൂപത്തിലേക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആയിട്ട് വരുന്നതാണ്, അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, UGC, AICTE. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കണം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത നിയമം, ആ നിയമം നടപ്പാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്ടുകൾ ഉണ്ട്. ഓക്കെ, നമ്മൾ സിലബസ് നോക്കിയ സമയത്ത് കണ്ടു, കമ്മീഷൻസ് വരുന്നുണ്ട്, ആക്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് UGC ആക്ട് ആണ്. കാരണം സിലബസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ആക്ടിന്റെ കേസാണ്. ഓക്കെ, UGC ആക്ട് 1956 വരുന്നുണ്ട്, അത് പഠിക്കണം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, അതും കൂടെ പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ ലെജിസ്ലേറ്റീവ് ആക്ട്, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പ്രൊവിഷൻസ്, സെക്ഷൻസ്, അത് നമ്മൾ പഠിക്കണം. അപ്പൊ ലെജിസ്ലേറ്റീവ് ആക്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ പാർലമെന്റ് പാസ്സാക്കുന്നതായിരിക്കാം, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇനി അടുത്തത് അഡ്വൈസറി ബോഡി. ഓക്കെ, അഡ്വൈസറി ബോഡീസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിന്റെ ചില വിഷയങ്ങളിൽ ഒരു അഡ്വൈസ് കിട്ടണം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ പലപ്പോഴും ലീഗൽ അഡ്വൈസ്, ഫൈനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ വിഷയത്തിൽ ഒരു തീരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ആളുകളെ പോയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കും, ഡോക്ടറുടെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ അഡ്വൈസ് എടുക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്, അഡ്വൈസറി സ്വഭാവമുള്ള പ്രവൃത്തികളാണ്. അപ്പൊ അത്തരത്തിൽ ചില ടാസ്ക് ഫോഴ്സുകൾ അല്ലെങ്കിൽ ചില അഡ്ഹോക്ക് ബോഡീസിനെയൊക്കെ ഗവൺമെന്റ് സ്ഥാപിക്കുന്നുണ്ടായിരിക്കും. ഇതാണ് അഡ്വൈസറി ബോഡി എന്ന് പറയുന്നത്. അത്തരത്തിൽ വരുന്ന ചില അഡ്വൈസറി ബോഡിയാണ് ഒന്ന് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, CABE വരുന്നുണ്ട്. സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. രണ്ടാമത്തത് നാഷണൽ നോളജ് കമ്മീഷൻ, ഇത് നിങ്ങൾ സിലബസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, നാഷണൽ നോളജ് കമ്മീഷൻ, അതൊരു കമ്മീഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റി ആയിട്ട് വരുന്നതല്ല, മറിച്ച് അതൊരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് വരുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഒരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് നാഷണൽ നോളജ് കമ്മീഷനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. യെസ്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ആയത് നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ മുൻകൂട്ടി നേരത്തെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു 3-4 ദിവസം മുമ്പ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസിന്റെ ടൈമിംഗ്. ഓക്കെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ശനിയാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലത്തെ മെന്റർഷിപ്പ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ക്ലാസ്സുകളായിരിക്കും ഫോളോ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു നോളജ് കമ്മീഷന്റെ കേസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന ചില ബോഡികൾ അത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തരുമ്പം ആ ഓപ്ഷൻസിൽ ചിലതായിട്ട് തരാൻ സാധ്യതയുള്ളതാണ് ഈ പറയുന്ന CABE എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്, അതും കൂടെ ഒന്ന് രേഖപ്പെടുത്തി വെക്കണം. ഒന്നാമത്തത് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഈ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ സ്ഥാപിക്കപ്പെട്ട ഒരു ബോഡിയാണ്. ഓക്കെ, 1920 കാലഘട്ടത്തിൽ തന്നെ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ പ്രവർത്തിക്കുന്നുണ്ട്, ഒന്ന് ഓർത്ത് വെക്കുക. 1924 ആകുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്മാന്റിൽ ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്നുണ്ട്. പിന്നീട് 1935 വീണ്ടും ഈ ബോഡി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ബോഡി പിന്നീട് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കഴിയുന്ന സമയം വരെ പിന്നീട് എന്ത് ചെയ്യണം, അത് തുടർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇത് സ്ഥാപിക്കുന്നത് എപ്പോഴാണ്, പ്രീ ഇൻഡിപെൻഡന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊരു ചോദ്യം തരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഓക്കെ, അതായത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ബാധിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോഡികൾ ഏതൊക്കെയാണെന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് നൽകുകയാണ്. അതിൽ ഡിഫറെന്റ് ഓപ്ഷൻസ് നൽകുന്നുണ്ട്. അതിലൊരു ഓപ്ഷൻ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷൻ പ്രകാരമല്ല ഈ ബോഡി വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ഇത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെയുള്ള ഒരു ബോഡിയാണ്, ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അഡ്വൈസറി ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ആ അഡ്വൈസറി ബോഡി നമ്മൾ തുടർന്നും നിലനിർത്തുന്നുണ്ട്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗവൺമെന്റ് അഡ്വൈസ് എടുക്കുന്നത് ഇത്തരത്തിലുള്ള ബോഡികളിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് വരുന്നത്, ഓഫർ പോളിസി അഡ്വൈസ് ആണ്. ഓക്കെ, അടുത്തത് റെഗുലേറ്ററി ഇൻസ്ട്രക്ഷൻസ്, അതായത് വിദ്യാഭ്യാസ മേഖലകളിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്യരുത്, ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെയാണോ ചെയ്യുന്നത്,
ഇതൊക്കെ ഒരാൾ നോക്കണമല്ലോ. അതാണ് റെഗുലേറ്ററി ബോഡികളുടെ പ്രധാനമായിട്ടുള്ള ചുമതല എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില റെഗുലേറ്ററി ഏജൻസികളെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റി മേഖലകളിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള റെഗുലേറ്ററി ബോഡിയാണ് UGC എന്ന് പറയുന്നത്. ഓക്കെ, UGC എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. ഇനി അതുപോലെ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയറിംഗ് ഒക്കെ പോലെ വരുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ, കാരണം അവിടേക്ക് വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആണ്. അപ്പൊ അവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ വരുന്ന സമയത്ത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. ഇപ്പൊ ഫണ്ട് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ അതല്ലാതെ ടെക്നിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പൊ അവിടെ ലാബ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ലബോറട്ടറി, അതുപോലെ തന്നെ റിസർച്ച്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സിഗ്നിഫിക്കൻസ് വരുന്നതാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ് AICTE വരുന്നത്. സെയിം തന്നെയാണ് NCTE എന്ന് പറയുന്നത്. NCTE എന്ന് പറയുന്നതും നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഓൾഡ് ബോഡി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, കുറച്ച് പഴയ ബോഡിയാണ് NCTE എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ലാതെ പ്രൊഫഷണൽ കൗൺസിൽസ് വേറെ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്? അതൊരു പ്രൊഫഷണൽ കൗൺസിൽസ് ആണ്. ചില പ്രൊഫഷണൽ ബോഡികൾ അല്ലെങ്കിൽ ചില പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൊണ്ടുവരുന്നത്. അപ്പൊ പ്രൊഫഷണൽ കൗൺസിൽസിന് എക്സാമ്പിൾ ആണ് ഈ പറയുന്ന പോലെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ബാർ കൗൺസിലൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ പേരിൽ എന്തായിട്ട് വരുന്നതാണ്? റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കാരണം ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷനിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് റെഗുലേറ്ററി ബോഡികൾ പ്രവർത്തിക്കുന്നത്. അടുത്തത് ഗ്രാന്റ് ഗിവിംഗ് ഏജൻസി. പ്രധാനമായിട്ടും ഒറ്റ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, UGC. ഓക്കെ, UGC വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഫണ്ടിങ് ഏജൻസി വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ UGC ആണ് ഇവിടെ സാധാരണയായിട്ട് ഈ പറയുന്ന പോലെ ഗ്രാന്റ് ഗിവിംഗ് ഏജൻസി എന്ന് പറയുന്നത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും ഫംഗ്ഷൻസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഈ ഓരോ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഓരോ കാര്യം കാണുന്ന സമയത്ത് ഇത് എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് പകുതി കൺഫ്യൂഷൻ അവിടെ കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫ്രീക്വന്റ്ലി കൺഫ്യൂസിങ്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ കമ്മീഷൻസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി, അഡ്വൈസറി. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ആണോ, നോൺ അഡ്വൈസറി ആണോ, ബൈൻഡിങ് ആണോ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ തിരിച്ചും മറിച്ചും ചോദിക്കാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടത്. ഇനി അതിന്റെ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ വരുന്നുണ്ട്. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. ദെൻ 48 തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ S രാധാകൃഷ്ണൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോക്ടർ S രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഒരു റിനൗണ്ട് ആയിട്ടുള്ള ടീച്ചറാണ്. ഒരു റിനൗണ്ട് ആയിട്ടുള്ള ഒരു പ്രൊഫസറാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ പിന്നീട് 1964 കാലഘട്ടമൊക്കെ ആകുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടും അദ്ദേഹം വരുന്നുണ്ട്. ഓക്കെ, സർവൈപ്പള്ളി രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഡോക്ടർ S രാധാകൃഷ്ണൻ. അടുത്തത് 1949 ആകുന്ന സമയത്ത് രാധാകൃഷ്ണൻ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഏർലി ഇന്ത്യയുടെ ഒരു മിറർ ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ ഏർലി ഇന്ത്യയുടെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെ പലപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് 1950 ആകുന്നതോട് കൂടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പൂർണ്ണമായിട്ട് നിലവിൽ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പറയുന്ന ആർട്ടിക്കിൾ 45, 46 ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം 1952 ആകുന്ന സമയത്ത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്ഥാപിക്കുന്നുണ്ട്. അത് ഡോക്ടർ A ലക്ഷ്മൺ സ്വാമി മുതലിയാർ ആണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡോക്ടർ A ലക്ഷ്മൺ സ്വാമി മുതലിയാർ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ കണ്ട ഈ കമ്മിറ്റിയിലെ മെമ്പർ ആയിരുന്നു. ഓക്കെ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ ഏകദേശം 8-10 അധികം മെമ്പേഴ്സ് വരുന്നുണ്ട്. ആ മെമ്പേഴ്സിൽ ഒന്നായിരുന്നു ഈ പറയുന്ന ഡോക്ടർ A ലക്ഷ്മൺ സ്വാമി മുതലിയാർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി 1953 ആകുന്ന സമയത്ത് മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതേ വർഷം തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ഫോർമലി എന്ത് ചെയ്യുന്നുണ്ട്, ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ട് അത് സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഫോർമലി ഇനാഗുറേറ്റഡ്, അതാണ് പറയുന്നത്. ഇത് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് റീഫോംഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റീവാംപ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ UGC ആണ്. UGC അതിന് മുൻപും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് 1956 വരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ആക്ട് പാസ്സാക്കുന്നുണ്ട്. അതോടുകൂടിയിട്ട് അതിന് അതിന് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തത് 64 ആകുന്ന സമയത്ത് എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നുണ്ട്, കോതാരി കമ്മീഷൻ. ഓക്കെ,
അപ്പൊ കോതാരി കമ്മീഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചു ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. മുഴുവൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കോതാരി കമ്മീഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കോതാരി കമ്മീഷൻ എന്ന് പറയുന്ന സമയത്ത് എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. അതിനുശേഷം 68 ആകുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 വരുന്നുണ്ട്. ഓക്കെ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 വന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് വരുന്ന ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ് 1968. അത് വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദി കോതാരി റിപ്പോർട്ടാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരുന്നതാണ്. അടുത്തത് 76 ആകുന്ന സമയത്ത് 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അടുത്തത് 86 കാലഘട്ടമാകുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും എന്ത് വരുന്നുണ്ട്? നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 86 വരുന്നുണ്ട്. അത് നമ്മുടെ സെക്കൻഡ്, ഓക്കെ, അതായത് ആദ്യം 68 വരുന്നുണ്ട്, പിന്നീട് 86 വരുന്നുണ്ട്. ഇനി ഇതിനെ തുടർന്നുകൊണ്ട് പിന്നീട് എന്ത് വരുന്നുണ്ട്? പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992 വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് 2002 ആകുമ്പോൾ 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വരുന്നുണ്ട്, ആർട്ടിക്കിൾ 21A. അത് പ്രകാരം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ ഫൈനലി 2005 ആകുന്ന സമയത്ത് നാഷണൽ നോളജ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് 2009 വരെ തുടരുന്നുണ്ട്. ഓക്കെ, 2009 അത് അതിന്റെ ടെനർ അവസാനിപ്പിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിനുശേഷവും അത് ഫംഗ്ഷനിലായിരുന്നു. 2014 ആകുന്ന സമയത്താണ് അതിനെ പൂർണ്ണമായിട്ടും പിന്നീട് പിരിച്ചുവിടുന്നത്. ഓക്കെ, ഇനി 2009 നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ്സാക്കുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് നാഷണൽ നോളജ് കമ്മീഷൻ. അതിന്റെ ചെയർമാൻ ആയിട്ട് വരുന്നത് സാം പിത്രോഡയാണ്. ഓക്കെ, സാം പിത്രോദയാണ്. ഈ സാം പിത്രോദയെ കൂടാതെ 8 മെമ്പേഴ്സ് വേറെ ഉണ്ടായിരുന്നു. ഓക്കെ, 8 മെമ്പേഴ്സ് വേറെ ഉണ്ടായിരുന്നു. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സാം പിത്രോദയെ കൂടാതെ 8 മെമ്പേഴ്സും കൂടെ ഈ പറയുന്ന നാഷണൽ നോളജ് കമ്മീഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം, സാം പിത്രോദ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതല്ലെങ്കിൽ നമ്മുടെ 5 ഇയർ ക്ലാസ്, ഓക്കെ, 5 ഇയർ പ്ലാന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി അതിലെ 9th അല്ലെങ്കിൽ 8th 5 ഇയർ പ്ലാൻ ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് സാം പിത്രോദ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ടെലി കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സാം പിത്രോദ എന്ന് പറയുന്നത്. ഓക്കെ, സാം പിത്രോദ എന്ന് പറയുന്നത് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തതായിട്ട് ഏകദേശം 100ഓളം പാറ്റന്റുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഓക്കെ, 100ഓളം പാറ്റന്റുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അപ്പൊ അത്രത്തോളം റിനൗണ്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അദ്ദേഹം. US-ലായിരുന്നു പ്രധാനമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1980-84 കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിയുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ഇൻവൈറ്റ് ചെയ്തതിനെ തുടർന്നിട്ടാണ് സാം പിത്രോദ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നീട് രാജീവ് ഗാന്ധിയുടെ പേഴ്സണൽ അഡ്വൈസർ ആയിട്ട് മാറുന്നുണ്ട്, എസ്പെഷ്യലി ടെക്നോളജിക്കൽ ഫീൽഡിൽ. ഓക്കെ, ടെക്നോളജിക്കൽ ഫീൽഡിൽ പേഴ്സണൽ അഡ്വൈസർ ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് 1985-90 കാലഘട്ടത്തിൽ നമ്മുടെ സർവീസ് സെക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കുതിച്ചുചാട്ടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഒരുങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1985-90 കാലഘട്ടത്തിലാണ്. അതിനുശേഷം പിന്നീട് LPG റീഫോംസും അതിനുശേഷം പിന്നീട് ടെക്നോളജിക്കൽ സെക്ടറിന്റെ ഒരു ഗ്രോത്തും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് സാം പിത്രോദയാണ്. ഓക്കെ, ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എക്സാംസ്, ഓക്കെ, പ്രധാനമായിട്ടും എക്സാം, അതാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സാംസ് നടത്തുന്നത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ടെക്നിക്കലി എക്സാംസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരു പുതിയ കമ്മിറ്റി രൂപീകരിക്കും എന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ട് അല്ലെങ്കിൽ ഹെഡ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്തത് ആരെയാണ്? ഓക്കെ, ആരെയാണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ. ഓക്കെ, ആ പുതിയ കമ്മിറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 ദിവസം, ഓക്കെ, വിത്തിൻ 2 days ആണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റിയെ പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, കാരണം എക്സാം ആകുമ്പോഴേക്കും ഒരു പക്ഷേ ആ കമ്മിറ്റി വരാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ പറയുന്ന എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടെർമോയിൽസ് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ചോദ്യം വരും. യെസ്, എക്സാക്ട്ലി. ഓക്കെ, നന്ദൻ നിലേഗനി വരുന്നുണ്ട്. ഓക്കെ, നന്ദൻ നിലേഗനിയുടെ പുതിയ കമ്മീഷൻ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, കറണ്ട് അഫയേഴ്സിൽ വരുന്നുണ്ടായിരിക്കും, അത് അപ്ഡേറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിന് സമാനമായിട്ടാണ് നാഷണൽ നോളജ് കമ്മീഷൻ വരുന്നത്. ഒരു അഡ്വൈസറി ബോഡിയാണ്. ഓക്കെ, അപ്പൊ 2005 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അഡ്വൈസറി ബോഡി സാം പിത്രോദ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
ടെക്നിക്കൽ എക്സ്പേർട്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യയുടെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷന്റെ ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് സാം പിത്രോദയാണ്. അതുപോലെ ഇപ്പൊ നിങ്ങൾ റീസെന്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ നന്ദൻ നിലേഗിനി പറഞ്ഞത് ടെക്നിക്കൽ എക്സ്പേർട്ട് ആയിട്ടാണ്. വേൾഡ് റിനൗണ്ട് ടെക്നിക്കൽ എക്സ്പേർട്ട് നന്ദൻ നിലേഗിനി, അദ്ദേഹമായിരിക്കും ഈ കമ്മിറ്റി ഹെഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു താരതമ്യം അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ്. രണ്ടാമത്തത്, ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്ന സമയത്ത് ഈ രണ്ട് ഓപ്ഷൻസും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ രണ്ടും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. സാം പിത്രോദ വരുന്നത് 1980 കാലഘട്ടത്തിലാണ്. രാജീവ് ഗാന്ധിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 2005 കമ്മീഷൻ, നാഷണൽ നോളജ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. എന്നാൽ നന്ദൻ നിലേഗിനി ഇപ്പം റീസെന്റ് ആയിട്ട് വരികയാണ്. അദ്ദേഹം വന്നിട്ടില്ല, വരുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതുപോലെ ഈ നമ്പർ നിലവിലില്ല കേട്ടോ. ഓക്കെ, 8281694495. ഓക്കെ, സോ ഇതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, യെസ്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷൻ ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡ്, ഇന്ത്യയുടെ ഓവറോൾ എഡ്യൂക്കേഷൻ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ക്രോണോളജി, ഈ മുഴുവൻ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സിലബസിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി അങ്ങോട്ടേക്ക് ഡിസ്കസ് ചെയ്യുന്ന ഓരോ കാര്യവും സിലബസിൽ റെലവെന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. ആ കമ്മീഷന്റെ മറ്റൊരു പേരാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. 1948 ഈ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 49 അവർ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വെക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പറയുന്ന സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. 1935 മുതൽ പിന്നീട് തുടർച്ചയായിട്ടുണ്ട്. 1920 കാലഘട്ടത്തിൽ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. 24 എന്ത് ചെയ്യുന്നുണ്ട്, അവസാനിപ്പിക്കുന്നുണ്ട്. 35 വീണ്ടും വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പ്രവർത്തിക്കുന്ന, എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന് ഉപദേശം നൽകുന്ന ഒരു ബോഡിയാണ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ റെക്കമെൻഡേഷൻ നൽകാൻ വേണ്ടിയിട്ടുള്ള ബോഡിയായിരുന്നു ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടെ കഴിയുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെയും അതുപോലെ തന്നെ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെയും കൂടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫസ്റ്റ് കമ്മീഷനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഓൾറെഡി ഈ പറയുന്ന CAB-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അടുത്തത് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ഒന്നാമത്തത്, ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്നത് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1920-ലാണ്. ഓക്കെ, ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1920-ലാണ്. 1919 സാഡ്ലർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. സാഡ്ലർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, 1919 സാഡ്ലർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 1920-ലാണ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് അവിടെ ഓർത്ത് വെക്കാം. സോറി ഓക്കെ, ഇതാണ് CAB ആണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ CAB ആണ്. CAB-യുടെ കേസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, CAB ആണ് 1920 വരുന്നത്. ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 1924 ഷിംലയിൽ വെച്ചിട്ട് അന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലേഴ്സ് ഒത്തുകൂടുകയും അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോഡിക്ക് രൂപം നൽകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 1924-ലാണ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 1920 സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട് സാഡ്ലർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം. അതുപോലെ 1924 കാലഘട്ടത്തിൽ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് വരുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇത് രണ്ടും നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻസ് ടൈംസിൽ വരുന്നതാണ്. അവർ ഇൻഡിപെൻഡൻസിന് ശേഷവും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യണം. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ രണ്ട് ബോഡികളും റെക്കമെൻഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന രാധാകൃഷ്ണൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ചില ബേസിക് ഫാക്ടുകളാണ്. അത് ജനറലി അറിയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നാണ്. സിലബസ് നോക്കിയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നാണ് പറയുന്നത്. ബട്ട് അതിന്റെ പോപ്പുലർ നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് രാധാകൃഷ്ണൻ ആയിരുന്നു. അതുകൊണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും അത് അറിയപ്പെടുന്നുണ്ട്.
അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് 1948. അതിലെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഡോക്ടർ എസ് സർവേപ്പള്ളി, അതായത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു ഫിലോസഫർ ആണ്, അതുപോലെ തന്നെ ഒരു പ്രൊഫസർ ആയിരുന്നു. പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റേൺ റിലീജിയൻ ആൻഡ് എത്തിക്സ് അറ്റ് ഓക്സ്ഫോർഡ് ആയിരുന്നു. പിന്നീട് ലേറ്റർ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റുമായിട്ട് അദ്ദേഹം മാറുന്നുണ്ട് 1962-67 കാലഘട്ടത്തിലേക്ക്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഇത്രയും ഇൻഫർമേഷനും കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അതാണ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി ഈ കമ്മീഷനിൽ വരുന്ന നമ്പർ ഓഫ് അംഗങ്ങൾ അല്ലെങ്കിൽ മെമ്പേഴ്സിന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 10 പേര് വരുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് ചെയർമാൻ. 10 പേരാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സാം പിത്രോഡയുടെ കമ്മീഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 9 പേരാണ്. സാം പിത്രോദ പ്ലസ് പാർട്ട് ടൈം ആയിട്ട് 8 പേരും കൂടെ വരുന്നുണ്ട്. അങ്ങനെ സാം പിത്രോദ കമ്മീഷൻ, അതായത് നാഷണൽ നോളജ് കമ്മീഷൻ 2005, അതിൽ ടോട്ടലായിട്ട് 9 പേരായിരുന്നു, 8 പേര് പാർട്ട് ടൈം ആയിട്ടായിരുന്നു. ഓക്കെ, അടുത്തത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1949 ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ദി ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആണ്. യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ മാത്രമാണ് അവരുടെ റെക്കമെൻഡേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. ഇനി ഇതിലെ മെമ്പേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഞാൻ അത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പക്ഷെ അതിൽ ചില പേര് ഓർത്തു വെക്കണം. ഒന്നാമത്തത് ഡോക്ടർ ജാക്കിർ ഹുസൈൻ. പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അലിഗ്ര മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടും മാറുന്നുണ്ട്. അതുപോലെ അടുത്തൊരു വ്യക്തിയാണ് ഡോക്ടർ എ ലക്ഷ്മൺ സ്വാമി മുതലിയാർ. അദ്ദേഹം ഇതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിന്റെ വൈസ് ചാൻസലർ ആയിരുന്നു. പിന്നീട് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടും അദ്ദേഹം മാറുന്നുണ്ട്. അതുപോലെ മറ്റു ചില പേരുകളും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഈ പറയുന്ന മൂന്നാമത്തെ പേര്, ഓക്കെ, സർ ജെയിംസ് എഫ് ഡഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ആർത്തൺ ഇ മോർഗൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ജോൺ ടി ടിഗററ്റ് വരുന്നുണ്ട്. ഈ പറയുന്ന 3 പേരും നോൺ ഇന്ത്യൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നോൺ ഇന്ത്യൻ ആയിട്ട് വരുന്നതാണ്. അതായത് 3 ഫോറിൻ മെമ്പേഴ്സ് ആണ്. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, 3 ഫോറിൻ മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ പേരും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ടോട്ടലായിട്ട് 10 പേരാണ് വരുന്നത്. ഓക്കെ, യെസ്. ഇതിനടുത്തത് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ടേംസ് ഓഫ് റെഫറൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ ഈ പറയുന്ന ഒരു കമ്മീഷനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ കമ്മീഷന്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ആ കമ്മീഷൻ എന്തെല്ലാമാണ് റെക്കമെൻഡ് ചെയ്തത്, ഇത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആ കമ്മീഷൻ എന്തെല്ലാമാണ് റെഫറൻസ് ആയിട്ട് എടുത്തത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കമ്മീഷന്റെ റെഫറൻസിലേക്ക് വിട്ടുകൊടുത്തത്. കാരണം ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ നോക്കണം എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ മാത്രമായിരിക്കും കമ്മീഷൻ നോക്കുന്നത്. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് കമ്മീഷന് കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ ആ കമ്മീഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, ഇതാണ് നമുക്ക് നോക്കാനായിട്ട് വരുന്നത്. അതിനു മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടെ ഇവിടെ നിങ്ങൾ നോക്കുക, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫിലോസഫി ഓഫ് ദി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കമ്മീഷൻ ചില ഫിലോസഫികളുടെ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ കമ്മിറ്റി ഉണ്ടാക്കിയതിന്റെ ചില ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം വന്നിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷനിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അവൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. According to Radhakrishnan Commission, the aim of the higher education does not include. Okay, അപ്പോൾ എയിം ഓഫ് ദി ഹയർ എഡ്യൂക്കേഷന്റെ എയിം എന്താണ് എന്നുള്ളത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ഇത് ഒറ്റയടിക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ പറഞ്ഞു ഇവർ പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പ്രൈമറിയോ അപ്പർ പ്രൈമറിയോ അല്ലെങ്കിൽ സെക്കൻഡറിയോ ഹയർ സെക്കൻഡറിയോ ഇതൊന്നും ഇവ എന്ത് ചെയ്യുന്നില്ല, ആ സമയത്ത് ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റീഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ റീഫോം ചെയ്യുക പറഞ്ഞത് അവരുടെ പരിഗണനയിലേ ഇല്ലാത്ത കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയാൽ തന്നെ പല ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഈ എഡ്യൂക്കേഷൻ കമ്മീഷന് വേണ്ടിയിട്ടാണ് സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് മുതലിയാർ കമ്മീഷൻ ഇനി വരുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വേറെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അവരുടെ റെക്കമെൻഡേഷനിൽ വരുന്ന കാര്യം വരുന്നില്ല. ബാക്കിയൊക്കെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ജനറൽ ആയിട്ട് ഈ പറയുന്ന കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് ആണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ടു ഡെവലപ്പ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഹു ക്യാൻ ഗിവ് ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ പൊളിറ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അതൊരു ഒബ്ജക്റ്റീവ് ആണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ഇതുപോലെ ഗ്രേറ്റ് ലീഡേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസിനെ വളർത്തിയെടുക്കണം. അടുത്തത് ടു ഡെവലപ്പ് ഡെമോക്രാറ്റിക് വാല്യൂ, പീസ് ആൻഡ് ഹാർമണി. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ മാറ്റം വരുത്തുന്നത് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാൻ അത് നമുക്ക് എന്ത് ആവശ്യമാണ്, വിദ്യാഭ്യാസം ആവശ്യമാണ്. അത് എന്ത് പരിഗണിക്കുന്നുണ്ട്, ഈ പറയുന്ന പോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ അത് പരിഗണിക്കുന്നുണ്ട്. അടുത്തത് ഇന്റഗ്രേഷൻ ഓഫ് ദി സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. അവിടെ നിങ്ങൾ നോക്കുക,
ഹയർ എഡ്യൂക്കേഷൻ അവിടെ ഉണ്ട്. ഓക്കെ, സെക്കൻഡറി എഡ്യൂക്കേഷൻ മാത്രമല്ല ഹയർ എഡ്യൂക്കേഷൻ കൂടെ അവിടെ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന റെക്കമെൻഡേഷൻ ആണ്. അതിന് തൊട്ട് താഴെയുള്ള നമ്മൾ സാധാരണ പറയാറുള്ളത് പ്രീ യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ആ പറയുന്ന പോലെ പ്രീ യൂണിവേഴ്സിറ്റി അതല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൂടെ ഇതുമായിട്ട് എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതും ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്നാൽ സി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രം സെക്കൻഡറി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ആയിട്ട് അത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ ഭാഗത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ ഒന്ന് വായിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് 100% ക്ലിയർ ആവും. ഓക്കെ, കൺസെപ്റ്റ് 100% ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷൻ കൂടെ തറോ ആയിട്ട് വായിച്ച് നോക്കിയേ പറ്റുള്ളൂ. ഓക്കെ, എക്സ്പ്ലനേഷൻ വായിച്ച് നോക്കണേ. ഞാൻ ജസ്റ്റ് കണ്ടന്റ് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ട് എക്സ്പ്ലനേഷൻ വിട്ട് കളയരുത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ടേംസ് ഓഫ് റെഫറൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം the commission was asked to report on the Indian university education and suggest improvement and extension that may be desirable to suit present and future requirement. ഇവിടെയാണ് ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒന്ന്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റിയെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്തും കൂടെ പറയുന്നുണ്ട്, എക്സ്റ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും കൂടെ അവർക്ക് എന്ത് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നേരത്തെ ഈ പറയുന്ന പോലെ സെക്കൻഡറി എഡ്യൂക്കേഷനെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം കൂടെ അവരുടെ പരിഗണനയിൽ വരുന്നുണ്ട്. അതുമായിട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ട് കിടക്കുന്ന കാര്യം കൂടെ അവർക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാം. അതുകൊണ്ടാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം, ഈ പറയുന്ന രൂപത്തിലേക്ക് ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സജഷൻ അവർ മുന്നോട്ടേക്ക് വെക്കുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും ഈ പറയുന്ന 5 കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മൈൻഡിൽ വെക്കണം. ഒന്നാമത്തത്, എക്സാമിൻ ദ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എയിം ആൻഡ് ഒബ്ജക്റ്റീവ്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അത് തന്നെയാണ് ചോദ്യമായിട്ടും വന്നത്. ഓക്കെ, അതായത് അക്കോർഡിംഗ് ടു ദി രാധാകൃഷ്ണൻ, അതായത് എയിം ഓഫ് ദി ഹയർ എഡ്യൂക്കേഷൻ, എയിം ഓഫ് ദി ഹയർ എഡ്യൂക്കേഷൻ, അതാണ് ചോദ്യമായിട്ടും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. കാരണം ഈ കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുന്ന റെഫറൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്തൊക്കെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നുണ്ട്. ഓക്കെ, എപ്പോഴാണ്, ഇൻ ദ ചേഞ്ച്ഡ് കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഫ്രീഡം. കാരണം നിങ്ങൾക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷേഴ്സിന്റെ കാലഘട്ടത്തിൽ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷന് പ്രധാനമായിട്ടും 2 ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്ന്, അവർ മാസ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അവർ പ്രൊമോട്ട് ചെയ്തത് ഡൗൺവേർഡ് ഫിൽട്രേഷൻ ആണ്. രണ്ടാമത്തത്, അവര് ഇന്ത്യക്കാര്, അതായത് നിറത്തിലും രൂപത്തിലും ഇന്ത്യക്കാരായിട്ടുള്ള, എന്നാൽ അവരുടെ സംസ്കാരത്തിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാരെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്. അത് മാറിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം, അത് പഠിക്കാനാണ് ഈ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. ഇതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡ് ഓൾറെഡി പറഞ്ഞത്, നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്തത്, റിവ്യൂ ദി ഓർഗനൈസേഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഫൈനാൻസ്, ടീച്ചിങ്, എക്സാമിനേഷൻ ആൻഡ് റിസർച്ച് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആ ഒരു ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ അവിടേക്കുള്ള ഫണ്ടിങ് കാര്യങ്ങൾ. ഈ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി UGCയുടെ റെക്കമെൻഡേഷൻ വരുന്നത്, ഫണ്ടിങ് ഏജൻസി ആയിട്ട് UGCയുടെ റെക്കമെൻഡേഷൻ വരുന്നത്. ദെൻ ടീച്ചിങ്, അതുപോലെ തന്നെ എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ റിസർച്ച് ഫെസിലിറ്റീസ് യൂണിവേഴ്സിറ്റികളിൽ എങ്ങനെ കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, PhD ഒക്കെ സാധാരണ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളുമൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, PhD കാര്യങ്ങളൊക്കെ വരാറുള്ളത്. അടുത്തത്, സജസ്റ്റ് മെഷേഴ്സ് ടു റൈസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടു റിലേറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ടു നാഷണൽ ലീഡ്സ് അല്ലെങ്കിൽ നാഷണൽ നീഡ്സ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ നമ്മുടെ നാഷണൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യകത, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സയന്റിഫിക് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ടെക്നിക്കൽ പ്രോഗ്രസ്, ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ എങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അടുത്തത്, കൺസിഡർ ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഇതും ഒരു പ്രശ്നമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആംഗ്ലിസ്റ്റ് കോൺട്രവേഴ്സി അതായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മദ്രസ എഡ്യൂക്കേഷനിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഹയർ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ മോറൽ എഡ്യൂക്കേഷൻ, അതിന് നമ്മൾ ഇന്ന് പറയുന്ന പേരാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മോറൽ എഡ്യൂക്കേഷന് നിങ്ങൾ കാണുന്ന വാക്ക് എന്ന് പറയുന്നതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മഹാത്മാഗാന്ധിയുടെ കൺസെപ്റ്റ് ആണ്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി 7 സിൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, 7 വലിയ മഹാപാപങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്.
ആ 7 മഹാപാപങ്ങളിൽ ഒന്നാണ് എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, പക്ഷെ അയാൾക്ക് മൂല്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതായത് അദ്ദേഹത്തിന് ഒരു ക്യാരക്ടർ ഇല്ല. ആ ക്യാരക്ടർ ഇല്ലാതെ കുറെ ഇൻഫർമേഷൻസ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ വാല്യൂസ്. മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരാൾക്ക് വിദ്യാഭ്യാസം കിട്ടേണ്ടത്. വിദ്യാഭ്യാസത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനൊപ്പം തന്നെ ആളുകളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, അതായത് ആളുകളുടെ വ്യക്തിത്വ വികസനത്തിനുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നൽകണം. അതാണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് 1-2 കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം. ഒന്ന് മഹാത്മാഗാന്ധിയുമായിട്ട് കണക്ട് ചെയ്യണം, മഹാത്മാഗാന്ധിയുടെ നയി താലീമുമായിട്ട് കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനുമായിട്ട് റെക്കമെൻഡ് ചെയ്യണം, അതുമായിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അതുമായിട്ടും കണക്ട് ചെയ്യണം. ഏത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് മാത്രമായിട്ടല്ല, സത്യം പറഞ്ഞ എല്ലാ കമ്മീഷൻ റിപ്പോർട്ടിലും ഈ പറയുന്ന വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഏറ്റവും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി അടുത്തത് സ്റ്റുഡൻസ് വെൽഫെയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ഈ സ്റ്റുഡൻസ് വെൽഫെയർ ഒക്കെ വരുന്നുണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തവണ PSC ചോദിച്ചു, ഇതുമായിട്ട് ഈ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ, അല്ലാതെ ജനറൽ ആയിട്ട് PSC ചോദിച്ചതാണ്, കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം ഉണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കണം എന്ന റെക്കമെൻഡേഷൻ മുന്നോട്ടേക്ക് വെച്ച കമ്മീഷൻ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും ഏത് കമ്മീഷൻ ആണെന്നുള്ളത്. കാരണം സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 3 കമ്മീഷൻസിൽ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ വരുന്ന സമയത്തും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, യെസ്. അടുത്തത് പ്രപ്പോസ് ദി മെഷീനറി റിക്വയർഡ് ഫോർ കോർഡിനേറ്റിംഗ് ആൻഡ് ഫൈനാൻസിങ് യൂണിവേഴ്സിറ്റി ഡെവലപ്മെന്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മെഷീനറി റിക്വയർഡ് ഫോർ കോർഡിനേറ്റിംഗ് ആൻഡ് ഫൈനാൻസിങ് യൂണിവേഴ്സിറ്റി ഡെവലപ്മെന്റ്. യൂണിവേഴ്സിറ്റികൾക്ക് ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി വേണമെന്ന് പറയുന്നുണ്ട്. ആ ഏജൻസി ആയിട്ടാണ് UGC വരുന്നത്, ഫണ്ടിങ് ഏജൻസി ആയിട്ട്. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എങ്ങനെയാണോ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ റെക്കമെൻഡ് ചെയ്തത് ആ രൂപത്തിലല്ല UGC വരുന്നത്. ഇപ്പൊ രാധാകൃഷ്ണൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പറയുന്ന ഫണ്ടിങ് ആക്ടിവിറ്റി അത് ഗവൺമെന്റ് ഫണ്ടിങ്ങിൽ നിന്ന് ഒഴിവാക്കണം. കാരണം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളെ ഫണ്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും. മറിച്ച് എന്തായിരിക്കണം, ഗവൺമെന്റ് UGCയിലേക്ക് ഫണ്ട് കൊടുക്കുക, UGC പിന്നീട് യൂണിവേഴ്സിറ്റികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് UGC ആയിരിക്കണം പിന്നീട് ഫണ്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഗവൺമെന്റ് നേരിട്ട് ഫണ്ട് കൊടുക്കുന്ന സംവിധാനം പാടില്ല, കാരണം അത് ഗവൺമെന്റിന്റെ കൺട്രോൾ ഓവർ ദ യൂണിവേഴ്സിറ്റി കൂട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു തേർഡ് പാർട്ടി വരണം. അതിന് വേണ്ടിയിട്ടാണ് UGCയെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കോർഡിനേഷൻസ്, അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റി, ഇങ്ങനത്തെ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കമെൻഡേഷനും UGCക്ക് ആണ് എന്നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറയുന്നത്. എന്നാൽ 1953 UGC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്തും 1956 UGC ആക്ട് വരുന്ന സമയത്തും UGCയുടെ പവർ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് എക്സ്ട്രാ പവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻസിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഓരോ യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ പവേഴ്സ് UGCക്ക് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും ആര് റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടായിരിക്കും. രാധാകൃഷ്ണൻ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് മുഴുവൻ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്നാൽ 56 ആക്ടിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, UGCയുടെ പവർ കൂടുന്നുണ്ട്. അവര് ഈ പറയുന്ന ഫൈനാൻസ് മാത്രമല്ല ചെയ്യുന്നത്, യൂണിവേഴ്സിറ്റികളെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ അപ്രൂവൽ കാര്യങ്ങൾ, അത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. UGC അപ്രൂവ്ഡ്, നമ്മൾ സാധാരണ പറയാറില്ലേ UGC അപ്രൂവ്ഡ്, അപ്രൂവൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുന്നുണ്ട്, ആ സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് ഇൻസ്പെക്ഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആര് ചെയ്യുന്നുണ്ട്, UGC ചെയ്യുന്നുണ്ട്. ഇതൊന്നും മൈൻഡിൽ വെക്കണേ. കാരണം നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തരുമ്പോൾ ഏതാണ് നിങ്ങൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നൽകേണ്ടത്, അല്ലാത്തത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാനൊരു ഡിഫറൻസ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, എഴുതി വെക്കാം, നോട്ടിൽ തന്നെ എവിടെയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം, അല്ലെങ്കിൽ അഡീഷണൽ പോയിന്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് ഒന്ന് അവിടെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ദി ഫിലോസഫി ഓഫ് ദി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യം വരുന്നത് യൂണിവേഴ്സിറ്റീസ് ആസ് ദി സാങ്ച്വറീസ് ഓഫ് ദി ഇന്നർ ലൈഫ് ഓഫ് ദി നേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിന്റെ, സാധാരണ പറയാറുണ്ടല്ലോ യൂത്ത്, ഇപ്പൊ നിങ്ങൾ റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള
നീറ്റ് പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ കുറച്ചധികം ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചില വാക്കുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് ഒരു കുട്ടി ചോദിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് സ്ട്രെങ്ത് എന്ന് പറയുന്ന സമയത്ത് യുവാക്കളാണ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ എന്ത് വരുന്നുണ്ട്? ദ കമ്മീഷൻ ഡിക്ലെയർഡ് ദാറ്റ് ദ യൂണിവേഴ്സിറ്റീസ് മസ്റ്റ് പ്രൊഡ്യൂസ് നോട്ട് മിയർലി ഗ്രാജുവേറ്റ് ബട്ട് കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ്സ് ആണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ പറയുന്ന ഓരോ കമ്മീഷൻസും അവർ പറയുന്ന ഒരു വാക്ക് ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ കമ്മീഷൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ, ചില സ്റ്റേറ്റ്മെന്റുകൾ, അതും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം അതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ജെൻഡർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് ഏത് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്താന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ആണ് തന്നത്, അല്ലാതെ കൺസെപ്റ്റ് അല്ല. ഫോർ എക്സാമ്പിൾ ജെൻഡർ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തണം, അതൊരു കൺസെപ്റ്റ് ആണ്. മറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് കമ്മീഷനിലാണ് വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ വരുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻഡർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ കമ്മീഷൻ റിപ്പോർട്ടിലും വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കമ്മീഷൻ റിപ്പോർട്ടിൽ വരുന്നുണ്ട്, സെക്കൻഡറി കമ്മീഷൻ റിപ്പോർട്ടിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ കോതാരി കമ്മീഷൻ റിപ്പോർട്ടിലും ഈ പറയുന്ന ജെൻഡർ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ ഇന്ന കമ്മീഷനാന്ന് പറയാൻ നമ്മൾ കൺഫ്യൂസിംഗ് ആവും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ട് കമ്മീഷനിൽ പറയുന്ന വേർഡിങ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ എന്ത് പറയുന്നുണ്ട്? അത് പറയുന്നതാണ് ദ കമ്മീഷൻ ഡിക്ലെയർ ദാറ്റ് യൂണിവേഴ്സിറ്റീസ് മസ്റ്റ് പ്രൊഡ്യൂസ് നോട്ട് മിയർലി ഗ്രാജുവേറ്റ് ബട്ട് കംപ്ലീറ്റ് ഹ്യൂമൻ ബീങ്സ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മോറലി സെൻസിറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഇന്റലക്ച്വലി അലേർട്ട് ആയിട്ടുള്ള, സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത് അന്നും ഇന്നും നമുക്ക് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇന്റലക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൂല്യബോധമുള്ള ഒരു സമൂഹമായിരിക്കണം. അതുപോലെ തന്നെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം. സാമൂഹിക ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഇൻസിസ്റ്റഡ് is a process of drawing out the best in body, mind and spirit, not merely a means of earning a livelihood. അയാളുടെ ബോഡിലി, അതുപോലെ തന്നെ മൈൻഡ്, സ്പിരിറ്റ്, ഈ പറയുന്ന മൂന്നിലും അയാളുടെ മാക്സിമം പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ അയാളെ സഹായിക്കണം. അതല്ലാതെ ഒരു ജോലി നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് നേടുന്നതിന് വേണ്ടിയിട്ട്, ഒരു വരുമാനം നേടുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എഡ്യൂക്കേഷൻ മാറാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ദി ഡെമോക്രാറ്റിക് സിറ്റിസൺ, അതായത് നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ, ജനാധിപത്യം സ്ട്രോങ് ആകുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ ആളുകളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, അതാണ് പറയുന്നത് ഡെമോക്രസി ഡിപ്പെൻഡ്സ് ഫോർ ഇറ്റ്സ് വെരി ലൈഫ് ഓൺ ദി ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ജനറൽ, വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. എവിടെയൊക്കെ വരുന്നുണ്ട്? ജനറൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ജനറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വരുന്നുണ്ട്, പ്രൊഫഷണൽ എന്ന് പറയുന്ന സമയത്ത് സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ. എല്ലാ മേഖലകളിലും എന്ത് വേണം? ഡെമോക്രസി നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം, അല്ലെങ്കിൽ അതിന്റെ മൂല്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറ്റണം. ഓക്കെ, യെസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്റ്റുഡൻസ് എന്തായിരിക്കണം? ദേ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പബ്ലിക് അഫയേഴ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെക്കമെൻഡേഷനിൽ വരുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. ഓക്കെ, യെസ്, അതാണ് ഇവിടെ പറയുന്നത്. സിൻസ് ഇന്ത്യ ഹാഡ് ചൂസൺ ഡെമോക്രസി, യൂണിവേഴ്സിറ്റി മസ്റ്റ് ട്രെയിൻ സിറ്റിസൺസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ്, ടോളറൻസ് ഓഫ് ദി ഡിഫറിംഗ് വ്യൂസ്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ ദി പബ്ലിക് അഫയേഴ്സ്. ഇത് പറയുന്ന സമയത്ത് ഈവൻ ഓക്കെ, ഞാനും എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ റീസെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജെൻസി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു റവല്യൂഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ സ്റ്റുഡൻസ് ആർ കേപ്പബിൾ ഓഫ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് അവർ ചെയ്യുന്നുണ്ട്, നമ്മളെ വിശ്വസിപ്പിച്ച ഒരു ഘട്ടമാണ്. ഈ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ്, ഇപ്പം ഒരു സിസ്റ്റം, അതുപോലെ തന്നെ ഒരുപാട് മീഡിയ, ഇതെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന സമയത്തും അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അവരെന്താണോ ആഗ്രഹിച്ചത്, എന്താണോ ഡിമാൻഡ് ചെയ്തത്, അത് ഫൈനലായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻ ബിറ്റ്വീൻ നിർത്തി പോകുന്നതല്ല. സോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്. അടുത്തത് ടോളറൻസ് ഓഫ് ദി ഡിഫറിംഗ് വ്യൂസ്. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് അവർ പരിഗണിക്കുന്നുണ്ട്. അടുത്തത് പാർട്ടിസിപ്പേഷൻ ഇൻ ദി പബ്ലിക് അഫയേഴ്സ്. ഈ പറയുന്ന പോലെ നീറ്റ് സ്കാം ഉണ്ടെങ്കിൽ ആ ഒരു സോഷ്യൽ ഇഷ്യൂവിൽ അവർ പങ്കെടുത്തു, അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് ചെയ്തു. നാഷണൽ വൈഡ് ആയിട്ട് അതൊരു ഇഷ്യൂ ആക്കി മാറ്റാനും അവർക്ക് സാധിച്ചു. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡെമോക്രാറ്റൈസേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒരു വിദ്യാഭ്യാസത്തിന് ഈ പറയുന്ന ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. അടുത്തതാണ് പ്രിസർവേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ദി കൾച്ചറൽ ഹെറിറ്റേജ്. നമുക്ക് വിദ്യാഭ്യാസം കിട്ടുന്ന സമയത്ത് ഒരു യൂണിഫോം വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത്, അതായത് ഇപ്പൊ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന
ആംഗ്ലസിസ്റ്റ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മാത്രമാകുന്ന സമയത്ത് നമ്മുടെ പ്രാദേശിക ഭാഷയും പ്രാദേശിക സംസ്കാരവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില അറിവുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അത് പാടില്ല. അതാണ് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് മസ്റ്റ് ട്രാൻസ്മിറ്റ് ഇന്ത്യസ് സിവിലൈസേഷണൽ ഇൻഹെറിറ്റൻസ്, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നോളജുകൾ, നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കുന്ന രൂപത്തിലേക്കായിരിക്കണം. അതിന്റെ ഫിലോസഫി, ലിറ്ററേച്ചർ, ആർട്ട്, വാല്യൂസ് ഇതെല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയിരിക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി വരും ഈ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ ചിലപ്പോൾ എന്തായിരിക്കും ഈ പറയുന്ന പോലെ എലക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടോ ഒക്കെ ഇന്നും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഈവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിൽ പോലും ഈ ഒരു ആർട്ട് സബ്ജക്റ്റുകൾ എവിടെയെങ്കിലുമൊക്കെ കയറി വരുന്നുണ്ടായിരിക്കും. അതിന് കാരണം ഈ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. ഈ പറയുന്ന ഫിലോസഫി ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? ഓക്കെ, ക്രിട്ടിക്കലി റിന്യൂവിങ് ഇറ്റ് ഇൻ ദി ലൈറ്റ് ഓഫ് ദി മോഡേൺ നോളജ്, അതായത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ റാഷണൽ തിങ്കിങ്ങിന്റെ ബേസിലായിരിക്കണം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ സയൻസ് കോൺഗ്രസിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന പോലെ മോഡേൺ നോളജിന് ഒട്ടും നിരക്കാൻ പറ്റാത്ത പല കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ളതല്ല, നമുക്ക് മോഡേൺ സയന്റിഫിക് നോളജിന്റെ ബേസിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം എന്നുള്ളത്. അടുത്തത് നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ, നാഷണൽ ഇന്റഗ്രേഷൻ, നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, വിദ്യാഭ്യാസം കിട്ടിയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ നമ്മുടെ രാജ്യത്തിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം? ഇറ്റ് ഈസ് ബിയോണ്ട് ദ റീജിയൻ, ലാംഗ്വേജ്, അതുപോലെ തന്നെ ഫെയ്ത്ത്. ഓക്കെ, അതിന്റെ എല്ലാം അധിഷ്ഠിതമായിട്ട് മാനവികതയിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നൽകണം. അടുത്തത് ഇന്റലക്ച്വൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് ടുഗദർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് നോളജ് മാത്രം ഉണ്ടായാൽ പോരാ, വിസ്ഡം അതും കൂടെ വേണം. കാരണം എന്താണ്? രണ്ടും ഒരുമിച്ച് പോകണം. എഡ്യൂക്കേഷൻ ദാറ്റ് ഇൻഫോം ദ മൈൻഡ് ബട്ട് ഡസ് നോട്ട് റിഫൈൻ ദ ക്യാരക്ടർ ഇസ് ഇൻകംപ്ലീറ്റ്. വിദ്യാഭ്യാസം മാത്രം നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് എന്ത് ചെയ്യണം? ദർ ഷുഡ് ബി റിഫൈൻഡ് ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം കൂടെ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ തന്നെ ഇംപ്രൂവ് ആയിട്ട് വരണം. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തേക്ക്. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് ദി ലീഡർഷിപ്പ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, ടു ഡെവലപ്പ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഹു ക്യാൻ ഗിവ് ദെയർ കോൺട്രിബ്യൂഷൻസ് എന്ന് വെച്ചാൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്തെടുക്കണം. ചിലപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റുകളിലോ അല്ലെങ്കിൽ വേർഡിങ്സിലോ മാറ്റം ഉണ്ടായിരിക്കും, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിട്ട് കളയാൻ പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഡെവലപ്മെന്റ് ഓഫ് ദി ലീഡർഷിപ്പ്. യൂണിവേഴ്സിറ്റീസ് മസ്റ്റ് സപ്ലൈ ലീഡർഷിപ്പ് ഇൻ പൊളിറ്റിക്സ്, അഡ്മിനിസ്ട്രേഷൻ, ദ പ്രൊഫഷൻ, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ലീഡേഴ്സിനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് പറ്റണം. കാരണം ഇതെവിടെ പറയുന്നുണ്ട്? നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കാം. ഓക്കെ, ഇതിനടുത്തത് വൊക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ പ്രിപ്പറേഷൻ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അതായത് ചിലപ്പോൾ കൈത്തൊഴിലുകളായിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യ തൊഴിലുകളായിരിക്കാം, ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന എന്തെങ്കിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലെയ്ത്ത് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും വൊക്കേഷണൽ എഡ്യൂക്കേഷന്റെ പരിധിയിൽ വരുന്നതാണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ചർ വരുന്നുണ്ട്, CMA, അതല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുകൾ, എഞ്ചിനീയറിംഗ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്, എഞ്ചിനീയറിംഗ് ടെക്നിക്കലാണ്, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അലോങ് സൈഡ് ലിബറൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി മസ്റ്റ് പ്രിപ്പയർ കോമ്പീറ്റന്റ് പ്രൊഫഷണൽസ്. ഈ പറയുന്ന പോലെ ടീച്ചേഴ്സ്, BEd വരുന്നുണ്ട്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആണ്. ഡോക്ടേഴ്സ്, MBBS വരുന്നുണ്ട്, എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, അഗ്രികൾച്ചർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇത്തരത്തിൽ വരുന്ന പ്രൊഫഷണൽസിനെയും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഈ രൂപത്തിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അടുത്തത് അഡ്വാൻസ്മെന്റ് ഓഫ് ദി നോളജ് ത്രൂ റിസർച്ച്. റിസർച്ച് എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റികളിൽ പ്രൊമോട്ട് ചെയ്യണം. അത് യൂണിവേഴ്സിറ്റികളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ റെക്കമെൻഡേഷനിൽ അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവിൽ വരുന്നുണ്ട്. അടുത്തത് സയന്റിഫിക് ഔട്ട്ലുക്ക് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഔട്ട്ലുക്കും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കണം എന്ന് പറയുന്നുണ്ട്. അടുത്തത് ബാലൻസ് ബിറ്റ്വീൻ ലിബറൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ. ലിബറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ജനറൽ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. എന്നാൽ അതിന്റെ കൂടെ തന്നെ സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ, ഒരു വിഷയത്തിൽ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പെഷ്യലൈസ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്താണ്? ജനറൽ എഡ്യൂക്കേഷൻ ആണ്. അതിനുശേഷമാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ആദ്യം സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ആകും. പിന്നീട് സയൻസ് എടുത്തവർ തന്നെ ചിലപ്പോൾ BSc സുവോളജി, BSc ഫിസിക്സ്, അതല്ലെങ്കിൽ BTech, ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ, ഇനി അതല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിങ്ങിലേക്ക് പോകുന്നുണ്ടായിരിക്കും. അതിൽ തന്നെ പിന്നീട് വീണ്ടും എന്ത് ചെയ്യും? സ്പെഷ്യലൈസ് ചെയ്യും. അപ്പൊ ആദ്യം ജനറൽ എഡ്യൂക്കേഷൻ വേണം, അതിനുശേഷം മാത്രമാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് പറയുന്നത്. ഓക്കെ, പ്രിമച്ചർ ഓർ എക്സസീവ് സ്പെഷ്യലൈസേഷൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
വാസ് അവോയ്ഡഡ്. എന്നിട്ട് എന്താണ്? ജനറൽ എഡ്യൂക്കേഷൻ ബ്രോഡൻസ് ദ മൈൻഡ്, ദാറ്റ് സ്പെഷ്യലൈസേഷൻ ഡീപ്പൻസ്. ആദ്യം എന്ത് വേണം? ജനറൽ വിദ്യാഭ്യാസം നൽകണം. കുട്ടികൾക്ക് പൊതുവായിട്ടുള്ള GK ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. ജനറൽ നോളജ് എന്നതിനേക്കാളും ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കണം. എന്നിട്ടാണ് എന്ത് കൊടുക്കേണ്ടത്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പൊ അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ബിക്കം ഡീപ്പൻ. അത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങും. ഓക്കെ, അതായത് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അടുത്തത് ഓട്ടോണോമി വിത്ത് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. ഓട്ടോണോമി വിത്ത് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. ഓട്ടോണോമി എന്ന് പറയുന്ന സമയത്ത് യൂണിവേഴ്സിറ്റികൾക്ക് സ്വയം ഭരണ അധികാരം നൽകണം. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഓട്ടോണോമസ് സ്ഥാപനങ്ങളാണ് എന്ന് വെച്ചാൽ അവരുടെ ഈ പറയുന്ന രൂപത്തിൽ എക്സാംസ് ആയി കഴിഞ്ഞാലും അവരുടെ കരിക്കുലത്തിലൊക്കെ ആയാലും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഓട്ടോണോമസ് എന്ന് പറയുന്നത്. അപ്പൊ അതേ ഒരു ഓട്ടോണോമസ് എന്തിനു കൊടുക്കണം? യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കണം, വിത്ത് റെസ്പോൺസിബിലിറ്റി. അവർക്ക് തോന്നിയ പോലെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല, ബട്ട് ഒരു വിത്ത് റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഈ പറയുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യാം? ഓട്ടോണോമസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ വിത്തൗട്ട് പൊളിറ്റിക്കൽ ഇന്റർഫറൻസ് അക്കാദമിക് മാറ്റേഴ്സിലൊക്കെ എന്ത് ചെയ്യണം? ഈ ഒരു ഫ്രീഡം അവർക്ക് നൽകണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടക്കം ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. ഓക്കെ, ഷിജി, ഉദയ, ജിമ്മി, ആമിന, ഷൈനി. ഓക്കെ ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷൻ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസ് ഓറിയന്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇതിന്റെ മേജർ റെക്കമെൻഡേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് രാധാകൃഷ്ണൻ കമ്മീഷൻ വരുന്നുണ്ട്, ദെൻ അടുത്തത് സെക്കൻഡറി കമ്മീഷൻ വരുന്നുണ്ട്, പിന്നീട് UGC ആക്ട് വരുന്നുണ്ടായിരിക്കും, പിന്നെ കോതാരി കമ്മീഷൻ, പിന്നെ നാഷണൽ നോളജ് എഡ്യൂക്കേഷൻ. ഓക്കെ ശനി, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഫുള്ള് ജസ്റ്റ് ഒന്ന് ആദ്യം മുതൽ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, സോ ഒരു കാര്യം ഉറപ്പുവരാം, ഈ പറയുന്ന ഭാഗത്ത് നിന്ന് മാത്രം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുള്ളൂ. 100% ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന ഈ ഭാഗവും ഈ നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് നന്നായിട്ട് കാണുക, നോട്ട് മുമ്പിൽ വെക്കുക, എന്നിട്ട് നോട്ടിൽ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഞാൻ ഈ നോട്ട് ബേസ് ചെയ്ത് തന്നെ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് പിന്നെ നിങ്ങൾക്ക് നോട്ട് വായിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നോട്ട് വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റീകളക്ട് ചെയ്യും, ഒരു റിവിഷൻ പോലെ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് എടുക്കാനുള്ള കാരണം, നമ്മുടെ നോട്ട് ബേസ് ചെയ്ത് തന്നെ ക്ലാസ്സിലേക്ക് മാറാനുള്ള കാരണം, നിങ്ങൾക്ക് പിന്നെ ഒരു നോട്ട് സെപ്പറേറ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം അതൊരു റിവിഷൻ ആയിട്ട് മാറും. ഇപ്പൊ എന്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട് വായിച്ചു വന്നു, ക്ലാസ് കേൾക്കുന്ന സമയത്ത് ക്ലാസ് പ്ലസ് നോട്ട് രണ്ടും കവർ ചെയ്തു. ഇനി നോട്ട് വായിക്കുന്ന സമയത്ത് അതൊരു റിവിഷൻ ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഒരു 1.5 മണിക്കൂറിന്റെ ക്ലാസ്, അതിനുശേഷം ഇനി ഒരു 1/2-3/4 മണിക്കൂർ ഇരുന്ന് നോട്ടും കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ക്ലാസ്, നോട്ട്, റിവിഷൻ ഇത്രയും കാര്യം ഫില്ലാക്കിയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? നാളെ മുതൽ ഡിസ്കസ് ചെയ്യാം. സോ നാളെ മുതൽ നമുക്ക് 2 മണിക്കൂറായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയിട്ട് ഒരു 12 ദിവസം കൊണ്ട് ഈ ഒരു എൻറ്റയർ സ്പെഷ്യൽ ടോപ്പിക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, യെസ്. സോ താങ്ക് യു എവരിവൺ, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് നൈറ്റ്, നന്നായിട്ട് പഠിക്കുക. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ടെസ്റ്റ് ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാനത് ടെസ്റ്റ് സീരീസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ബുക്ക്ലെറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 100% ആവും. ഓക്കെ.